വിക്കീസ് ഫാഷൻ ഹാവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ ഈ അടുത്ത് നമ്മുടെ 3 ഡിസ്കൗണ്ട് സെയിലിൻ്റെ വീഡിയോ കഴിഞ്ഞു. പാൻസിൻ്റെയും ബ്ലൗസിൻ്റെയും ജീൻസിൻ്റെ വരുന്ന ഷോർട്ട് ടോപ്പുകളുടെ ഒക്കെ കഴിഞ്ഞു. ഇനി നമ്മൾ എല്ലാവരും എന്താ കുർത്തികളുടെ കൊണ്ടുവരാത്തെന്ന് ചോദിച്ചോണ്ടിരിക്കുകയാണ്. അപ്പോൾ ആദ്യം കുർത്തികളുടെ നമ്മൾ ഈ അടുത്തൊക്കെ 1-2 ഡിസ്കൗണ്ട് സെയിൽ ഇട്ടിട്ടുള്ളതാണ്. അപ്പോൾ ഈ ഐറ്റങ്ങളുടെ എല്ലാം ആദ്യമേ ഒന്ന് തീർത്തിട്ട് പിന്നെ കുർത്തീസിലേക്ക് കടക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പം ഇന്ന് കൊണ്ടുവന്നിട്ടുള്ള കുർത്തീസ് നമ്മൾ ഒരുപാട് എല്ലാ കാറ്റഗറിയിൽ നിന്നും ഒരു ജാനുവരി ഫെബ്രുവരി മാത്രം നിർത്തിയിട്ട് ബാക്കിയുള്ളതൊക്കെ നമ്മൾ ക്ലിയറൻസ് സെയിലിലേക്ക് ഇടുന്നുണ്ട്. അപ്പം ഇതെല്ലാം തന്നെ 1-2 മാസം മാത്രം നമ്മുടെ ഇവിടെ ഇരുന്നിട്ടുള്ള പ്രൊഡക്റ്റുകളാണ് കേട്ടോ. എല്ലാത്തിൻ്റെയും 1-2 പീസുകളെ ഉണ്ടാവുള്ളൂ എന്ന് നേരത്തെ കൂട്ടി പറയാണ്. പലർക്കും കിട്ടുന്നില്ല എന്ന് പരിഭവമുണ്ട്. ഇതൊക്കെ 1-2 പീസ് ആകുമ്പോൾ മാത്രമാണ് നമ്മൾ ഡിസ്കൗണ്ട് സെയിലിലേക്ക് ഇടുന്നത്. അതെല്ലാവരും ഒന്ന് ഓർത്തേക്കാം. പിന്നെ ഡിസ്കൗണ്ട് സെയിലിൽ പ്രൊഡക്റ്റുകൾക്ക് ഒന്നും റിട്ടേൺ ഉണ്ടായിരിക്കുന്നതല്ല, അതും കൂടി മനസ്സിൽ വെച്ചേക്കണം. പിന്നെ നിങ്ങൾക്ക് പോസ്റ്റിലാണോ DTDC ആണോ വേണ്ടതെന്നുള്ളത് നിങ്ങൾ ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ DTDC വഴിയാണ് അയക്കുക. അല്ല പോസ്റ്റൽ വേണമെന്നുള്ളവരാണെങ്കിൽ നിർബന്ധമായും പോസ്റ്റൽ എന്ന് പറഞ്ഞിരിക്കണം, അല്ലെങ്കിൽ നമ്മൾ DTDC വഴി പോകും. അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂട്ടത്തിലുള്ള ബെൽ ബട്ടണിൽ ഓൾ എന്ന് പ്രസ് ചെയ്യുക. നമ്മൾ ഇനി ഇവിടുന്ന് ഇതും കൂടി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നോർമൽ പുതിയ കളക്ഷൻസ് ആണ്, ഒരുപാട് പുതിയ കളക്ഷൻസ് കാണിക്കാൻ വെയിറ്റിംഗ് ആണ്. ബുട്ടിക് സ്റ്റൈൽ കളക്ഷൻസ്, ബ്രാൻഡഡ് ആയിട്ടുള്ള കളക്ഷൻസ്, അതുപോലെ തന്നെ ഒരുപാട് കളക്ഷൻസ് വെയിറ്റിംഗ് ആണ് കേട്ടോ. നമുക്കറിയാം ഈ അടുത്ത കാലത്തൊന്നും പുതിയ വീഡിയോസ് ഇട്ടിട്ടില്ല. കാരണം ഇതൊന്ന് ക്ലിയർ ചെയ്തിട്ട് വേണം ഈ ബ്രാൻഡഡ് ഐറ്റംസുകളൊക്കെ വെച്ച് ഒന്ന് സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ മിസ് ചെയ്യാണ്ട് പർച്ചേസ് ചെയ്യുക. നമ്മൾ ഇതിനു മുമ്പൊക്കെ ഓരോ പ്രൊഡക്റ്റുകൾക്കും എക്സ്ട്രാ ഒരു എന്താ പറയുക ഒരു ഡിസ്കൗണ്ട് കൂടി കൊടുക്കാറുണ്ട്. അതായത് 1000-ന് മേലെ പോണവർക്ക് 1000 രൂപ ഒരു ഡിസ്കൗണ്ട് കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ ഇത്തവണയും ഉണ്ട്. നമുക്ക് നിങ്ങൾ 2-3 എടുത്ത് 1000-ന് മേലെ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു എക്സ്ട്രാ 100 രൂപയും കൂടി ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ ആ 100 രൂപയും നമുക്ക് ഈ ഇപ്രാവശ്യത്തെ ഡിസ്കൗണ്ട് സെയിലിൽ മാത്രമാണ് നമ്മൾ അങ്ങനെ കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ കൂടുതൽ പേര് പ്രൊഡക്റ്റുകൾ ഒരുമിച്ച് എടുക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ലാഭം ഉണ്ട് എന്നുള്ള രീതിക്ക്. ലാഭം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുമിച്ച് പാക്ക് ചെയ്ത് അങ്ങ് വിടാലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പം നമ്മൾ ഇവിടുന്ന് ഷിപ്പിംഗ് ചാർജിൻ്റെ സ്റ്റാറ്റസ് നിങ്ങൾക്ക് എല്ലാവർക്കും അയക്കുന്നുണ്ട്. പോസ്റ്റിലാണെങ്കിലും DTDC വഴി ആണെങ്കിലും ട്രാക്കിംഗ് ഐഡി ഇവിടുന്ന് അയക്കുന്നുണ്ട്. അപ്പോൾ ചിലർ അതിൻ്റെ പേയ്മെൻറ്റ് കണ്ടിട്ട് നമ്മളത് പേയ്മെൻറ്റ് ചെയ്യേണ്ടതാണോ എന്ന് ചോദിക്കുന്നുണ്ട്. ഒന്നുമില്ല, നിങ്ങൾക്ക് ഫ്രീ ഷിപ്പിംഗ് ആണെങ്കിലും നമ്മൾ ഷിപ്പിംഗ് ചാർജ് കൊടുത്തിട്ടാണ് ചെയ്യുന്നത്. പക്ഷെ നിങ്ങൾ ട്രാക്കിംഗ് ഐഡി ചോദിക്കുമ്പോൾ നമ്മൾ അങ്ങനെ തന്നെ ആ റെസിപ്റ്റ് അയക്കണമെന്നുള്ളൂ. നിങ്ങൾ പേയ്മെൻറ്റ് ഒന്നും ചെയ്യേണ്ടതല്ല കേട്ടോ. ഫ്രീ ഷിപ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രീ ഷിപ്പിംഗ് ആണ്. ട്രാക്കിംഗ് ഐഡി മാത്രം എടുത്ത് എഴുതാനുള്ള മടിക്കാണ് നമ്മൾ ആ ഒരു റെസിപ്റ്റ് തന്നെ അയക്കുന്നത്. ഓക്കെ. പിന്നെ ഗിവ് അവയുടെ വിന്നറെ സെലക്ട് ചെയ്യാനുണ്ട്. എല്ലാം എഴുതി റെഡിയാണ്. പക്ഷെ ഇന്ന് ഒരുപാട് പ്രൊഡക്റ്റുകൾ ഒരുമിച്ച് കാണിക്കാനുള്ളതുകൊണ്ട് ആ ഒരു ഹറിബറിയിൽ ഞാൻ കാണിക്കുന്നില്ല. പുതിയ വീഡിയോ നെക്സ്റ്റ് ദിവസം കാണിക്കുമ്പോൾ അതിനകത്ത് നമ്മുടെ ഗിവ് അവയുടെ വിന്നറെ സെലക്ട് ചെയ്യുന്നതാണ്. ആരും ഞാൻ മറന്നു പോയെന്നോ അല്ലെങ്കിൽ നമ്മളെ പറ്റിച്ചെന്നോ ഒന്നും വിചാരിക്കരുത്. 2 തരം ഗിവ് അവേ ഉണ്ടായിരുന്നു. 2നും ഓരോരുത്തരെ നമ്മൾ സെലക്ട് ചെയ്യുന്നതാണ് കേട്ടോ. റിവ്യൂ ഇട്ടവരിൽ നിന്നും എടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ പ്രൊഡക്റ്റ് ഇട്ടിട്ട് ഫോട്ടോ അയച്ചു തന്നവരിൽ നിന്നും ഉണ്ട്. അത് ഞാൻ മറന്നിട്ടില്ല, എല്ലാവരും എഴുതി വെച്ചിട്ടുണ്ട്. ഇന്നിപ്പോൾ വീഡിയോയുടെ ലെങ്ത് കൂടുന്നുള്ളതുകൊണ്ട് ഇന്ന് കാണിക്കുന്നില്ല. അടുത്ത വീഡിയോയിൽ നമ്മൾ പുതിയ പ്രൊഡക്ട്സ് കാണിക്കുന്ന വീഡിയോയിൽ കാണിക്കാം. ഓക്കെ. അപ്പോൾ എല്ലാ കണ്ടീഷൻസും ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഡിസ്കൗണ്ട് സെയിലിൻ്റെ വീഡിയോയിൽ ഇൻട്രോ ആരും കേൾക്കില്ല എന്ന് എനിക്കറിയാം. എന്നാലും ഞാൻ എൻ്റെ ഒരു നിലയ്ക്ക് പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് പ്രൂവ് ചെയ്യാൻ കൂടി വേണ്ടിയാണ് ഇതെല്ലാം തുടക്കത്തിൽ ഇടുന്നത് കേട്ടോ. നിങ്ങൾ പ്രൊഡക്റ്റ് മേടിച്ച് കഴിഞ്ഞിട്ട് സൗകര്യം പോലെ ഇൻട്രോ കേട്ടാലും മതി. ഓക്കെ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോസിലേക്ക് കിടക്കാം. ആദ്യം ഓരോ റേഞ്ച് ഓഫ് പ്രൈസിൻ്റെ കളക്ഷൻസ് ആണ് കാണിക്കുന്നത്. 299, 399, 499, 599, 699, 799, 899, 999 ഈ 3 കാറ്റഗറിയിലും വരുന്ന കളക്ഷൻസ് കാണിക്കുന്നുണ്ട്. 999 എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കാതെ എന്താ ഡിസ്കൗണ്ട് സെയിൽ. അത് ഓൾറെഡി 1299, 1399 കൊടുത്ത പ്രൊഡക്റ്റുകളാണ് നമ്മൾ 999 കൊടുക്കുന്നത്. അപ്പോൾ അത് അതിൻ്റെതായ ഡിസ്കൗണ്ട് നല്ല രീതിക്ക് കിട്ടുന്നുണ്ട്. അപ്പം മിസ് ചെയ്യാണ്ട് പർച്ചേസ് ചെയ്യുക. ഇതൊക്കെ ഓൾറെഡി ഞാൻ ഇട്ടിട്ടുള്ളതിൽ നമ്മൾ എടുത്തു വെക്കാൻ പറഞ്ഞിട്ട് നമ്മൾ ഒരു കാരണവശാലും ഹോൾഡ് ചെയ്യില്ല. കാരണം എനിക്കിത് ഇങ്ങനെ പറഞ്ഞെങ്കിലും പിന്നെ അവർ കസ്റ്റമേഴ്സ് ചോദിച്ചു ഇങ്ങനെ പേയ്മെൻറ്റ് വരാത്തതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഇതുകൊണ്ടാണ് നാളെ ഇടാം, അല്ലെങ്കിൽ ഹസ്ബൻഡ് ഇല്ല ഇവിടെ, അങ്ങനെയൊക്കെ പറയുമ്പോൾ നമുക്ക് പറ്റില്ല എന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾ വീണ്ടും ഇത് കൊടുക്കുന്നത്. എന്നിട്ട് നമുക്ക് പണി കിട്ടുന്നുമുണ്ട്. അതുകൊണ്ട് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ നിങ്ങൾ വീണ്ടും ഹായ് എന്ന് അയക്കരുത്. ഞാൻ ഒറ്റയ്ക്കാണ് ഓർഡർ എടുക്കുന്നത്. അപ്പോൾ താഴ്ത്തുനിന്ന് നോക്കി വരും. അതിൻ്റെ ഇടയിൽ നിങ്ങൾ ആരും
ഹായ് എന്ന് വീണ്ടും വീണ്ടും അയക്കേണ്ട. നിങ്ങളുടെ പ്രൊഡക്റ്റ് ഏതാണോ ചോദിച്ചിട്ടുള്ളത് അത് സൈസ് അടക്കം ചോദിക്കാൻ നമ്മളോടൊന്ന് അതിന് റിപ്ലൈ തരും കേട്ടോ. അതുമാതിരി തന്നെ ആരും വിളിക്കരുത്. വിളിച്ചാൽ ഞാൻ കോൾ കട്ട് ചെയ്യുള്ളൂ. എനിക്കത് എടുക്കാൻ പറ്റില്ല. കാരണം ഞാൻ തുറന്നു വെച്ച് കഴിഞ്ഞാൽ ചാറ്റ് ക്ലോസ് ആയിപ്പോവും. അവർക്ക് റിപ്ലൈ കൊടുത്തിട്ടില്ലെങ്കിൽ പിന്നെ അത് റിപ്ലൈ കൊടുത്തില്ല എന്നൊരു പരാതിയിലേക്ക് എത്തും. അതുകൊണ്ട് കോളുകൾ ആരും ചെയ്യേണ്ട, എനിക്ക് എടുക്കാൻ പറ്റില്ല. ഓക്കെ, ഇതിൻ്റെയൊക്കെ സൈസ് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. ആ സൈസ് മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. 299 ആണ് ആദ്യം നമ്മൾ കാണിക്കുന്നത് കേട്ടോ. ഇതൊരു റിങ്കിൾ റയോൺ മെറ്റീരിയൽ വരുന്നത്. ഇതൊക്കെ എനിക്ക് പറഞ്ഞ് ഇട്ടിട്ടുള്ളതുകൊണ്ട് പിന്നെയും പറയാൻ വയ്യ. അതെ, ഇതിങ്ങനെ ഒരു 2 സൈഡിലേക്ക് നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാനുള്ള ഒരു ഇതുള്ളതാണ്. റിങ്കിൾ റയോണും താഴെ ഒരു ക്രഷ്ഡ് മെറ്റീരിയലാണ് വരുന്നത്. നേവി ബ്ലൂ ആണ് മേലെ വരുന്നത്. നല്ല സോഫ്റ്റ് ആണ് കേട്ടോ. ഉള്ളിൽ ലൈനിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. 299. ഇൻട്രോ കൂടുതൽ പറഞ്ഞെങ്കിലും ബാക്കി കഥകൾ കുറച്ചേ പറയുന്നുള്ളൂ. ഇതാ ഇതിങ്ങനെയാണ്. പിങ്കും ഇവിടെ ഒരു കലങ്കാരി വർക്ക് വരുന്നതും സ്ലീവിൻ്റെ എൻഡിൽ ഇത് വരുന്നത്. സ്ലീവ് വിത്തൗട്ട് ലൈനിങ്ങിലാണ്. ബോഡി പോർഷൻ ലൈനിങ്ങോട് കൂടിയ വരുന്നത്. ഒരു കോട്ടൺ ആണ്, സ്റ്റിഫായി നിൽക്കുന്ന ഒരു കോട്ടൺ ടൈപ്പ് ആണ്. എല്ലാണ് സൈസ് വരുന്നത് കേട്ടോ. അടുത്ത് വരുന്നത് ഓർഗൻസയിൽ വരുന്നതാണ്. ഇതാ ഇങ്ങനെ വരും. നമ്മൾ ഓൺലൈനിലുള്ളവർക്ക് മാത്രമാണ് ഡിസ്കൗണ്ട് സെയിൽ വരുന്നത്. കാരണം നമുക്ക് ഷോപ്പിലുള്ളവർക്ക് അങ്ങനെ കൊടുക്കാൻ പറ്റില്ല. ആ സമയത്ത് അവർ വരുന്ന സമയത്ത് നമ്മളിത് പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവില്ല. അതുകൊണ്ട് ഓൺലൈനിലുള്ളവർക്ക് മാത്രമാണ് ഡിസ്കൗണ്ട് സെയിൽ. അതാണ് ഓൾറെഡി ഡിസ്കൗണ്ട് സെയിലിൽ ഇട്ടത്. പെൻഡിങ് ഉണ്ടെങ്കിൽ വീണ്ടും നമ്മൾ അടുത്ത പ്രാവശ്യം ഡിസ്കൗണ്ട് സെയിലിലേക്ക് ഇടുന്നത്. അതുകൊണ്ടാണ്. അപ്പം ഇടുമ്പോൾ നമ്മൾ ആദ്യം ഇട്ട ഡിസ്കൗണ്ട് സെയിലിനേക്കാളും വീണ്ടും പ്രൈസ് കുറയ്ക്കും. ഓക്കെ എന്ന് വിചാരിച്ച് എല്ലാവരും ഇതിന് വേണ്ടി വെയിറ്റ് ചെയ്യരുത്. എപ്പോഴും എല്ലാ പീസസോ അല്ലെങ്കിൽ എല്ലാതും ഒന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ വേണമെന്നുള്ളവർ ഓഫർ പ്രൈസിൽ പെട്ടെന്ന് തന്നെ മേടിക്കാം കേട്ടോ. ഇത് ഓർഗൻസി ആണ് കേട്ടോ വരുന്നത്. ബ്ലാക്കിൽ ഒരു ചെറിയ ഫ്ലോറൽ പ്രിന്റ് ആണ് വരുന്നത്. 2 സൈഡിലേക്ക് ഡോറീസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഉള്ളിൽ ക്രേപ്പിന്റെ ലൈനിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പഫ് സ്ലീവ് ആണ് വരുന്നത്. നല്ല ഭംഗിയുള്ള ഒരു ബ്ലാക്കിൽ വരുന്ന ഒരു ഓർഗൻസ. അടുത്തത് വരുന്നത് കോട്ടൺ ആണ്. ഇതൊക്കെ നമുക്ക് ഈ സമയത്ത് ഇടാൻ ഭയങ്കര കംഫർട്ടാണ്. ഇതിപ്പോ ഞാൻ ഇട്ടിട്ടുള്ള പ്രോഡക്റ്റ് നിങ്ങൾ ചോദിക്കരുത്. ഇതിന് മുമ്പ് കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിലും ആരോ ഇതേമാതിരി 2 or 3 പേര് ചോദിച്ചു ഒരു പച്ച ഡ്രസ്സ്. അതൊക്കെ പണ്ടത്തെയാണ്. നമ്മുടെ തന്നെ പ്രൊഡക്റ്റ് ആണ്, പക്ഷെ പണ്ടത്തെയാണ്. ഇതും നമ്മുടെ തന്നെ പ്രൊഡക്റ്റ് ആണ്, പക്ഷെ പണ്ടത്തെയാണ്. ഞാൻ എടുക്കുന്ന എൻ്റെ പ്രൊഡക്റ്റുകളാണ്. പിന്നെ ഞാൻ ഈ അടുത്തൊക്കെ ഫീഡിങ് ടോപ്പ് ആയതുകൊണ്ട് ഇതൊക്കെ വീണ്ടും ഞാനൊന്ന് പൊടി തട്ടി എടുത്തു എന്നുള്ളൂ. ഓക്കെ, ഇത് അവിടെ ഇരുന്നിട്ടൊന്നും കാര്യമില്ല. അപ്പൊ കാണാൻ എനിക്ക് ഇഷ്ടമുള്ള കുറച്ച് പ്രൊഡക്റ്റുകൾ എടുത്തതേ ഉള്ളൂ കേട്ടോ. ഇതൊന്നും സ്റ്റോക്ക് ഇല്ല കേട്ടോ. ഇത് കോട്ടൺ ആണ് വരുന്നത്. 6 ആക്ക് പാറ്റേൺ സ്ലിറ്റഡ് ആണ്. ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ കാണിക്കുന്ന എല്ലാം 299 ആണ്. ഇത് വരുന്നതും ഒരു കോട്ട് വരുന്ന ടൈപ്പാണ്. ഇതൊക്കെ ഭയങ്കര കംഫർട്ടാണ്. നമുക്ക് ഈ സമയത്ത് ഇടാൻ ചൂടെടുക്കില്ല. ഇതൊക്കെ ഇട്ടാൽ സിൽക്കാണ്, റോമൻ സിൽക്കാണ്. നല്ല ചൂടെടുക്കുന്നുണ്ട്. സ്ലിറ്റഡ് ആണ് കേട്ടോ. കാന്ത വർക്ക് പോണതാണ്. ഈ കോട്ട് ഫ്രണ്ട് പോർഷനിൽ മാത്രമേ ഉള്ളൂ. ഒരു ബ്ലാക്കും ബ്രിക്ക് റെഡും പോലത്തെ ഒരു കോമ്പിനേഷൻ ആണ് കേട്ടോ. പുറകു വശം എന്താ ഇങ്ങനെ വരും. അപ്പൊ ഇത്രയും കാണിച്ചത് 299 ആണ്. ഇനി കാണിക്കുന്നത് 399 ആണ്. ഇതിൽ കൊടുത്തിട്ടുള്ള സൈസ് നോക്കുക. ആ സൈസിൽ മാത്രമാണ് പ്രൊഡക്റ്റ് ഉള്ളത്. ഇത് നല്ല രസമുള്ള ഒരു ക്യാപ്സൂൾ റൗണ്ട് മരത്തെ മെറ്റീരിയലാണ്. ഇതൊക്കെ പുതിയ ഇതിൽ വരുന്നത്. നല്ല ഭംഗിയുള്ളൊരു നെക്ക് പാറ്റേൺ ആണ് കേട്ടോ വരുന്നത്. ഇത് എങ്ങനെയാണ് വരുന്നത്? പഫ് സ്ലീവ് ആണ് വരുന്നത്. എന്നിട്ട് ഇവിടെ ഇലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട്. ഇവിടെ മാത്രം കുറച്ച് ഗ്യാദേഴ്സ് കൊടുത്തിട്ടുണ്ട്. അവിടെ നിങ്ങൾക്ക് നമ്മൾ ഈ അടുത്ത് കുറേ സെല്ല് ചെയ്ത ഇപ്പോഴത്തെ ഒരു ട്രെൻഡിൽ പോകുന്ന ഒരു പാറ്റേൺ ആണ് ഇങ്ങനെ. ഈ 2 സൈഡിൽ മാത്രം കുറച്ച് ഫ്ലീറ്റ്സും അവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പാകത്തിന്. ഇത് നല്ല ഇച്ചിരി കൂടിയ റയോൺ ആണ്. നല്ല രസമുള്ളൊരു റയോൺ ആണ് കേട്ടോ. എന്നിട്ട് ഇവിടെ വുഡൻ ബട്ടൺ കൊടുത്തിട്ടുണ്ട്. താഴെ ഒരു ഫ്ലാപ്പ് പോലെ കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ ലെങ്ത് എടുത്ത് അങ്ങനെയുള്ള കേസുകൾ നമുക്ക് പറയാൻ വീഡിയോയിൽ ഇത്രയധികം കാണിക്കുന്നുണ്ട് പറ്റാത്തതുകൊണ്ടാണ്. സൈസുകൾ പറഞ്ഞിട്ടുണ്ടാവും എന്തായാലും കേട്ടോ. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. അതുപോലെ തന്നെ ആ കൈൻഡ് ഓഫ് ഒരു റയോൺ മെറ്റീരിയൽ തന്നെയാണ് വരുന്നത്. ഇവിടെയും ചെറുതായിട്ട് മാത്രം ഫ്ലീറ്റ്സ് കൊടുത്തിട്ടുള്ളൂ. ഇവിടെ കെട്ടുന്ന വള്ളിയില്ല, ചെറുതായിട്ട് ഫ്ലീറ്റ്സ് മാത്രം കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ പ്രിന്റ് വരുന്ന നല്ല ക്യാപ്സൂൾ റയോണിലാണ് വരുന്നത്. ഇവിടെ ഒരു ചെറിയ മടക്കൊക്കെ പോലെ കൊടുത്ത് ഇച്ചിരി കട്ടിയിലാണ് സ്ലീവിന്റെ എൻഡ് കൊടുത്തിട്ടുള്ളത്. വുഡൻ ബട്ടൺ ഇങ്ങനെ പോയിട്ടുണ്ട്. എലൈൻ സ്ട്രക്ചറിലാണ് ചെറിയൊരു കട്ടിങ് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഭയങ്കര കംഫർട്ടാണ് കേട്ടോ നമുക്ക് ഇടാൻ. റയോൺ എന്ന് പറയുമ്പോൾ നമുക്ക് ലൈനിങ്ങിന്റെ ആവശ്യമില്ല. ഭയങ്കര കംഫർട്ടായിട്ട് ഇടാൻ പറ്റുന്ന ഒരു മെറ്റീരിയലാണ്. നല്ലൊരു കളറാണ്. ഒരു എന്താ പറയുക, ഒരു വൈനും കോഫിയും കൂടി ബ്ലെൻഡ് ആയിട്ടുള്ള പോലത്തെ ഒരു കളറും അതിനകത്ത് നല്ലൊരു പ്രിന്റുമാണ് പോയിട്ടുള്ളത്. പുറകുവശം നോർമൽ എ ലൈനാണ് കേട്ടോ.
ഇത് വരുന്നത് ഇനി കുറച്ച് ക്രിസ്മസ് കളക്ഷനിൽ 1-2 പീസസ് നമുക്ക് ഡിസംബറിലേക്ക് ഞാൻ എടുത്തു എന്ന് പറഞ്ഞല്ലോ. അപ്പം അതിൽ വരുന്നതാണ്. 399 ആണ് പ്രൈസ്. നമുക്കിത് സിമ്പിളായിട്ട് ഇടാൻ പറ്റുന്നതാണ്. നല്ല കംഫർട്ടാണ്. റയോണാണ്. നമുക്കിങ്ങനെ ഇതിൻ്റെ വള്ളി ഇവിടെ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഷേപ്പ് ചെയ്യുന്നതിൻ്റെ വേറെ ആവശ്യമില്ല. 2 സൈഡിലേക്കും ഇങ്ങനെ ടൈറ്റ് ചെയ്ത് നമുക്ക് കെട്ടാം കേട്ടോ. ഇവിടെയാണ് ചെറുതായിട്ട് ഫ്ലീറ്റ്സ് കൊടുത്തിട്ടുണ്ട്. റയോണാണ് മെറ്റീരിയൽ വരുന്നത്. ഇങ്ങനൊരു ചെക്ക് പോലത്തെ പാറ്റേൺ ആണ്. ഇത് ക്രിസ്മസിന് മാത്രമൊന്നുമല്ല, നമുക്ക് കോമൺ ആയിട്ട് ഇടാൻ പറ്റുന്ന ടൈപ്പാണ്. എന്നാൽ ക്രിസ്മസിൻ്റെ ഒരു ട്രീയോ അല്ലെങ്കിൽ ആ ഒരു റെഡും ഗ്രീനും കൂടിയൊക്കെ വരുമ്പോൾ ഒരു എക്സാക്റ്റ് ക്രിസ്മസ് ആണ്. പക്ഷെ ഇതൊന്നും അങ്ങനെയല്ല, നമുക്ക് കംഫർട്ടായിട്ട് ഇടാൻ പറ്റുന്നതാണ് കേട്ടോ. ഇപ്പൊ കാണിക്കുന്ന എല്ലാം 399 പ്രൊഡക്റ്റ് ആണ് കേട്ടോ. എല്ലാം നമ്മൾ 399 ഇട്ടതാണ് ഈ ക്രിസ്മസ് കളക്ഷൻ്റെ. ഇത് നല്ലൊരു പാറ്റേൺ ആണ് കേട്ടോ. ഇത് സെൽഫായിട്ട് ഇത് ഇങ്ങനെ ഒരു ത്രെഡിന്റെ പോലത്തെ ഒരു വർക്കും ഉണ്ട്. ഓവറോൾ ഇങ്ങനെയാണ് പോകുന്നത് കേട്ടോ. ഒരു വണ്ടി പോയ സൗണ്ടാണ്. ഈ പിള്ളേരൊക്കെ ഇങ്ങനെ ചീറിപ്പാഞ്ഞാണ് പോകുന്നത് ബൈക്കിലൊക്കെ. പറയുമ്പോൾ എനിക്ക് 2 ആൺപിള്ളേരാണ്, പേടിയാവാണ് ഓരോ വാർത്തയൊക്കെ കേൾക്കുമ്പോൾ. ഇവിടെ ഫുൾ ബട്ടൺ കൊടുത്തിട്ടുണ്ട്, റെഡ് ബട്ടൺ. എന്നിട്ട് ഫ്രണ്ടിൽ ഒരു ഓപ്പൺ ആണ്. നല്ല രസമുള്ളൊരു ഷർട്ട് കോളർ വരുന്ന ഒരു ഐറ്റമാണ് കേട്ടോ. ഇതിൻ്റെ കൂടെ വൈറ്റോ അല്ലെങ്കിൽ ബ്ലാക്കോ ഒക്കെ ഇട്ടാൽ നല്ല രസമായിരിക്കും കേട്ടോ. അടുത്ത വരുന്നത് റെഡ് വൈറ്റ് കോമ്പിനേഷനിലാണ്. പക്ഷെ ഭയങ്കര ഉദിച്ചൊരു റെഡ് അല്ല, കോമൺ ആയിട്ട് നമുക്ക് ഇടാൻ പറ്റുന്ന ഒരു ടൈപ്പാണ്. സ്ലിറ്റഡ് ആണ്. ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് കേട്ടോ. ഇതേ പ്രിന്റ് തന്നെയാണ് പുറകിൽ. ഇതെല്ലാം 399 ആണ് വരുന്നത്. ഇതാ ഇങ്ങനെ ഒരു പാറ്റേൺ ആണ്. ഇവിടെ ഇങ്ങനെ ചെറുതായിട്ട് ഒരു പേളിന്റെ പോലത്തെ വർക്കും ത്രെഡ് വർക്കും ഒക്കെയാണ്. മെഷീൻ എംബ്രോയിഡറി വർക്കാണ് കൊടുത്തതാണ്. സ്ലീവിന്റെ എൻഡിലും അതുപോലെ കൊടുത്തിട്ടുണ്ട്. സ്ലീവ് വിത്തൗട്ട് ലൈനിങ്ങിലാണ്. എ ലൈനിലാണ് വരുന്നത്. ജോർജറ്റ് ആണ് മെറ്റീരിയൽ വരുന്നത്. ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. അടുത്ത വരുന്നത് ഒരു അജ്രക്കിന്റെ പാറ്റേണിൽ ഒരു റെഡിന്റെ കളർ കോമ്പിനേഷൻ ആണ്. പക്ഷെ ഒരു ക്രിസ്മസ് റെഡിന്റെ ഒരു പാറ്റേൺ അല്ല. ഇത് ക്രിസ്മസിന്റെ ടൈമിൽ കൊണ്ടുവന്നതല്ല, അതിന് മുമ്പായിട്ട് എടുത്തതാണ്. നല്ല രസമുള്ള കോട്ടണിൽ വരുന്ന സ്ലിറ്റഡ് കുർത്തിയാണ്. ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. നല്ല സ്റ്റൈലിഷ് ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പാണ് കേട്ടോ. പുറകു വശം ഇതേ പ്രിന്റ് തന്നെയാണ് പോകുന്നത്. ഇതിൽ കൊടുത്തിട്ടുള്ള സൈസസ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഞാൻ കോംബോ പോലെ പറഞ്ഞിട്ടുണ്ട്. അപ്പം എല്ലാവരും ഇതും അതും എന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്യരുത്. നമ്മൾ പെട്ടെന്ന് ഓർഡർ എടുക്കും. പേയ്മെന്റ് ഡീറ്റെയിൽസ് തന്നാൽ 15 മിനിറ്റിനുള്ളിൽ നിങ്ങൾ പേയ്മെന്റ് ചെയ്യണം കേട്ടോ. നമ്മളങ്ങനെ ഹോൾഡ് ചെയ്ത് നമ്മളെ ബുദ്ധിമുട്ടിക്കരുത്. പെട്ടെന്ന് തന്നെ. പിന്നെ ചിലർ ചോദിക്കും നമുക്ക് റിപ്ലൈ തരാൻ വൈകുന്നത് എന്തുകൊണ്ടാണ്. നമുക്ക് ഇത്രയും നോക്കി വരണ്ടേ. 11 മണിക്ക് വീഡിയോ വന്നു കഴിഞ്ഞാൽ 11:01 തൊട്ട് ഇങ്ങനെ 11:05 വരെ ടൈമിനുള്ളിൽ എത്രയോ മെസ്സേജ് വന്നിട്ടോ. അപ്പോഴാണ് 11:15 ആൾ പരാതി പറയുക ഞാൻ എപ്പോൾ മെസ്സേജ് അയച്ചതാണ്. പക്ഷെ എനിക്ക് ഇത്രയും മെസ്സേജുകൾ അതിൻ്റെ ഉള്ളിൽ വന്നു എന്നുള്ളൊരു സത്യാവസ്ഥ നിങ്ങൾക്ക് മനസ്സിലാവില്ല. അതുകൊണ്ടാണ് കേട്ടോ. നമ്മൾ ഒരു ഡിലേ ഇല്ല. ഞാൻ പറയില്ലേ, ചോറൊക്കെ ഞാൻ ഉണ്ണുന്നത് കൈ പിടിച്ച് 2 പറ്റിയാണ് ഉച്ചയ്ക്ക് ആ ഒരു ടൈമിൽ ചോറുന്നത്. അതിന് പോലും ഞാൻ ടൈം അധികം കളയാറില്ല. അത്രയും പെട്ടെന്നാണ് ഓർഡർ എടുക്കാറുള്ളത്. ഓക്കെ, ഇത് വരുന്നത് ഒരു കൈൻഡ് ഓഫ് ഇമ്പോർട്ടഡ് ക്ലോത്ത് ആണ്. ഇച്ചിരി ഹെവിയാണ് ക്ലോത്ത് വരുന്നത്. ഇച്ചിരി കട്ടിയുണ്ട്. എൻ്റെ ഉള്ളിൽ ലൈനിങ് ഉണ്ടായിട്ടല്ല, പക്ഷെ മൊത്തത്തിൽ ഇതിനൊരു ഇച്ചിരി കട്ടിയുള്ള ടൈപ്പാണ്. സ്മോക്കി വർക്കാണ് വരുന്നത്. എൻ്റെ കയ്യിലിരിക്കുന്നത് S സൈസാണ്. ഫ്രണ്ട് പോർഷനിൽ മാത്രമാണ് സ്മോക്കി വർക്ക് വരുന്നത് കേട്ടോ. പുറകിൽ അങ്ങനെ ഇല്ല. നല്ല രസമുള്ളൊരു ഓഫ് വൈറ്റും ഒരു ഗോൾഡൻ കളറും കൂടി ബ്ലെൻഡ് ആയിട്ടുള്ള വരുന്നതാണ് കേട്ടോ. പഫ് സ്ലീവ് ആണ് വരുന്നത്. ഇവിടെ ഇലാസ്റ്റിക് അല്ല, ഒരു അതേപോലെ തന്നെ ഒരു പടി പോലെ കൊടുത്തേക്കാം. നല്ല ഐറ്റമാണ് കേട്ടോ. അടുത്തത് വരുന്നത് നല്ല രസമുള്ള ഒരു കളറാണ്. ഒരു ലെമൺ യെല്ലോ പോലത്തെ ഒരു കളറിന് ഇങ്ങനെ ഒരു വർക്കാണ് വരുന്നത്. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. ഇത് XL ആണ് സൈസ്. XL എന്ന് പറഞ്ഞാൽ നല്ല ഇച്ചിരി കൂടി സൈസ് കിട്ടുന്നുണ്ടെന്ന് തോന്നുന്നു. XL-നേക്കാൾ ഇച്ചിരി വലുപ്പമുള്ള പോലെ ഓർക്കുന്നില്ല. XL-നാണ് ഇത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ XL ആരോ എടുക്കുക. അതിൻ്റെ അപ്പുറത്ത് ചിലപ്പോൾ പിന്നെ എടുത്ത് പ്രശ്നം വരണ്ട. കോട്ടൺ ആണ്. കാന്ത ലൈൻസ് പോയിട്ടുണ്ട്.
അങ്ങനെ കേട്ടോ വരുന്നത്. ഇവിടെ മാത്രം ഫ്രണ്ടിൽ ഇച്ചിരി മാത്രം ഫ്ലീറ്റ്സ് കൊടുത്തിട്ടുണ്ട്. അത് പൊന്തി നിൽക്കുന്ന ടൈപ്പെല്ലാം നല്ല അയൺ ചെയ്തിട്ടുള്ള ടൈപ്പാണ്. അപ്പോൾ ഇവിടേക്ക് വരുന്നത് ചെറിയ പ്രിൻ്റാണ്. പുറകുവശം എന്താ ഇങ്ങനെ വരും. നല്ല കളറാണ് കേട്ടോ. ഇതൊക്കെ ഒരൊറ്റ പീസേ ഉള്ളൂ കേട്ടോ. ഞാൻ വീണ്ടും പറയണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആർക്കും ഒരു പരാതി ഒരു വിഷമവും ഇല്ലാതിരിക്കാനാണ്. എന്തുകൊണ്ട് അത് പെട്ടെന്ന് തീർന്നു പോയല്ലോ. ഒരൊറ്റ പീസുള്ളൂ. അങ്ങനെ വരുന്നതുകൊണ്ടാണല്ലോ നമ്മളത് ഡിസ്കൗണ്ട് സെയിലിലേക്ക് മാറ്റുന്നത്. അപ്പം ഇനി കാണിക്കുന്നത് നമ്മുടെ 499 പ്രൊഡക്റ്റുകളാണ് കേട്ടോ. 499 എന്ന് പറഞ്ഞാൽ ഇത് ക്രിസ്മസ് കളക്ഷൻ്റെ വരുന്നത് തന്നെയാണ്. പക്ഷെ ഇത് ഇച്ചിരി കൂടിയ റേഞ്ചിൻ്റെയാണ് കേട്ടോ. അതാണ് നമ്മളിത് 499 മാറ്റിയത്. നല്ല രസമുള്ളൊരു ഫ്രോക്കാണ്. ചെറിയ ഫ്ലീറ്റ്സ് ആണ് കൊടുത്തിട്ടുള്ളത് ഫ്രണ്ട് പോർഷനിൽ. നല്ല ഭംഗിയിൽ വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു ഫ്രോക്കാണ് കേട്ടോ. താഴെയും ഒരു സെപ്പറേഷൻ കൊടുത്തിട്ടുണ്ട്, ഒരു ഫ്രില്ല് പോലെ. നല്ല മെറ്റീരിയൽ യൂസ് ചെയ്തിട്ടാണ് ഇത് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത്. അപ്പം അതിൻ്റെതായ ഒരു പ്രത്യേകത ഉണ്ട് ഇതിന്. അതുകൊണ്ടാണ് ഞാൻ ഇത് അഫോർഡബിൾ ലൈനിലേക്ക് ഇട്ടില്ലെങ്കിൽ നമുക്ക് ഭയങ്കര നഷ്ടം വരും. അതുകൊണ്ടാണ് കേട്ടോ. നല്ല ഭംഗിയുള്ള റേറ്റാണ്. ഇതൊക്കെ ഒന്നോ രണ്ടോ പീസ് മാത്രമാണ് ഉള്ളത്. പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യാം കേട്ടോ. അടിപൊളി പ്രൊഡക്റ്റുകളാണ് എല്ലാം. ഇത് നമുക്ക് ഭയങ്കര ഡിമാൻഡ് ഉണ്ടായിരുന്ന ഒരു പ്രൊഡക്റ്റാണ്, സ്മോക്കി വർക്ക്. ഇതിൻ്റെ മെറ്റീരിയൽ ഇച്ചിരി കോസ്റ്റ്ലിയാണ്. ഒരു ക്യാപ്സൂൾ റോൺ മാതിരി ഇച്ചിരി കോസ്റ്റ്ലിയാണ്. സംഭവം തന്നെ മൊത്തത്തിൽ ഇച്ചിരി ഹെവിയാണ് കേട്ടോ. ഇത് ഇങ്ങനെ വരും. ഇവിടെ മാത്രമാണ് സ്മോക്കി വർക്ക് കൊടുത്തിട്ടുള്ളത്. ഇതാണ്ടോ. ഇത് എൻ്റെ കയ്യിലിരിക്കുന്നത് നേവി ബ്ലൂ ആണ് ഷെയ്ഡ് വരുന്നത്. നല്ല രസമുള്ളൊരു ഇത്. നമുക്ക് നല്ല ഭംഗിയിൽ തന്നെ അത്യാവശ്യം ഒരു ഫങ്ഷൻ വെയർ പോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ഐറ്റം ആണ് കേട്ടോ. ഇത് അതിൻ്റെ ബ്ലാക്ക് ആണ്. അല്ല, മെറ്റീരിയൽ നല്ല മെറ്റീരിയലാണ്. ഇച്ചിരി ഹെവിയാണ്. പുറകുവശം എന്താ ഇങ്ങനെ വരും. ഇതൊക്കെ ഇപ്പൊ കാണിക്കുന്ന എല്ലാം 499 ആണ് കേട്ടോ. ഇത് നല്ല ഭംഗിയുള്ള റേറ്റ്. നല്ലൊരു കളർ കോമ്പിനേഷനാണ്. ബ്ലാക്കും ലൈറ്റ് പീച്ച് ഷെയ്ഡും അതിനകത്ത് കാന്ത ലൈൻസും കൂടിയാണ് പോയിട്ടുള്ളത് കേട്ടോ. ഓവറോൾ കാന്ത ലൈൻസ് പോയിട്ടുണ്ട്. പിന്നെ നല്ല നീറ്റായിട്ട് ചെയ്തിട്ടുള്ള മിറർ വർക്ക് കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള ഒരു പ്രിന്റാണ്. കാണാൻ നല്ല രസമാണ് കേട്ടോ. നല്ല ബ്ലാക്ക് ആൻഡ് ആ ഒരു കോമ്പിനേഷൻ കാണാൻ നല്ല ഭംഗിയാണ്. സ്ലിറ്റഡ് ആണ്. ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. പ്രൈസ് വരുന്നത് 499 ആണ്. ഇതൊക്കെ നമ്മൾ ഓരോ പീസ് മാത്രം പെൻഡിങ്ങിൽ നിന്നിട്ട് നമുക്ക് ഇങ്ങനെ കുറേ പേര് ഓർഡർ എടുക്കുമ്പോൾ നമ്മൾ അവരുടെ നമ്പർ നോട്ട് ചെയ്യും. പിന്നെ അവർ കുറച്ച് കഴിയുമ്പോൾ അത് വേണ്ടാന്ന് പറയും. പിന്നെ ചോദിച്ച ആൾക്കാരോട് ഇത് പറയാൻ പറ്റില്ല. അങ്ങനെ ഇരുന്ന് പോകുന്ന പലർക്കും ഇത് തോന്നാമെങ്കിൽ ഞാൻ അത് ചോദിച്ചപ്പോൾ ഇല്ല എന്ന് പറഞ്ഞല്ലേ കഴിഞ്ഞ വീഡിയോ വയ്ക്കുന്നത്. പക്ഷെ അതങ്ങനെ ഓൾറെഡി എടുത്ത് വെച്ചിട്ടുള്ള ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ അതിൽ വന്നൊരു പെൻഡിങ്ങിൽ വരുന്നതാണ് അങ്ങനെ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇപ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യത്തിലും ഓഫർ പ്രൈസിൽ മേടിക്കാം. കഴിഞ്ഞ പ്രാവശ്യം ഇതൊക്കെ ഓൾറെഡി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ വന്നിട്ടുള്ളതാണ് ഇതെല്ലാം ഓരോ പീസസ് കേട്ടോ. ഇത് 3XL. ഇപ്പം എൻ്റെ കയ്യിലിരിക്കുന്നത് 3XL ആണ്. കോട്ടൺ ആണ്. വിത്തൗട്ട് ലൈനിങ്ങിലാണ് വരുന്നത്. ഒരു പാനൽ കട്ട് സ്ട്രക്ചറിൽ വരുന്നതാണ്. ഇവിടെ ഒരു പാച്ച് വർക്കും മിറർ വർക്കും കൊടുത്തിട്ടുണ്ട്. ഭയങ്കര ഉദിച്ചൊരു റെഡ് അല്ല, സിമ്പിൾ ആയിട്ടുള്ള ഒരു റെഡ് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷൻ ആണ് കേട്ടോ. പുറകുവശം വരുന്നത് ഇങ്ങനെയാണ്. ഓക്കെ, അടുത്തത് വരുന്നത് ഒരു ആഷ് കളറിൽ വരുന്നതാണ്. നല്ല ഭംഗിയുള്ളൊരു കളർ ചാർട്ടാണ് കേട്ടോ. ഇതിൻ്റെ ഒരു ലെമൺ യെല്ലോ ഒക്കെ ഉണ്ടായിരുന്നു. ഇതൊരു പീസ് നമ്മുടെ ഈ ഒരു കളറിൽ വരുന്നതുണ്ട്. നല്ല ഭംഗിയുള്ളൊരു കളറാണ്. കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത്. നല്ല കോട്ടൺ ആണ് കേട്ടോ. ജയ്പൂർ കോട്ടൺ എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു കോട്ടൺ ആണ്. ഇവിടേക്ക് പുറകിൽ ചെറിയൊരു ഗ്യാദേഴ്സ് പോലെ കൊടുത്തിട്ടുണ്ട്. അതങ്ങനെ പൊന്തിക്കണം ഗ്യാദേഴ്സ് അല്ല, ഒരു ഫ്ലീറ്റ്സ് പോലെ അങ്ങനെ അയൺ ചെയ്ത് വെച്ചിട്ടുള്ളതാണ് കേട്ടോ. ഫ്രണ്ട് പോർഷനിൽ നമ്മുടെ ആ വയറിൻ്റെ ഭാഗം ഫ്ലീറ്റ്സ് ഒന്നും ഇട്ടിട്ടില്ല. പിന്നെ ഈ രണ്ട് സൈഡിലേക്കും കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ വരുന്നത്. അടുത്ത വരുന്നത് ജോർജറ്റിൽ വരുന്നതാണ്. ഇങ്ങനെ വരും. നല്ലൊരു പാറ്റേൺ, നല്ലൊരു കളറുമാണ് കേട്ടോ. ഒരു നല്ല പീക്കോ ഗ്രീൻ പോലത്തെ ഒരു കളറാണ്. ഇവിടെ ഒരു മൾട്ടി കളർ പോലെ കൊടുത്തിട്ടുള്ള ഒരു ഐറ്റമാണ്. ഇവിടെ മിറേഴ്സ് കൊടുത്തിട്ടുണ്ട്. ത്രെഡ് വർക്കും മിറേഴ്സും കൂടിയാണ് കൊടുത്താണ്. പഫ് സ്ലീവിലാണ് വരുന്നത്. നല്ല ഭംഗിയുള്ള ഒരു ഐറ്റം. ജോർജറ്റാണ് മെറ്റീരിയൽ വരുന്നത് കേട്ടോ. പുറകുവശം ഇങ്ങനെ വരും. ഇത് വരുന്നത് ഒരു പീക്കോ ഗ്രീൻ പോലത്തെ കളറാണ്. അടുത്തത് അതിൻ്റെ ഒരു വൈൻ ഷെയ്ഡാണ്.
ഇപ്പം എൻ്റെ കയ്യിലിരിക്കുന്നത് 36 36ൻ്റെ മാത്രം ഒരു ഇച്ചിരി ലെങ്ത്ത് കുറവുണ്ടായിരുന്നു. കണ്ടോ, ഇങ്ങനെ ഇത്ര ലെങ്ത്ത് വരെ, ലെങ്ത്ത് എത്രയാണെന്ന് ഞാൻ ഓർക്കണില്ല, 36. അപ്പം ഇച്ചിരി പിള്ളേർക്ക് വേണമെങ്കിൽ നല്ല ഫ്രോക്ക് പോലെ ആയിട്ട് ഇത് യൂസ് ചെയ്യാം കേട്ടോ. 36ന് മാത്രമാണ് ആ ഒരു ലെങ്ത്ത് കുറവ് ഫീൽ ചെയ്യുന്നത്. ബാക്കിയുള്ളതെല്ലാം നോർമൽ നമ്മുടെ 45-46 റേഞ്ചിലേക്ക് ഉള്ളതാണ് കേട്ടോ. ഇത് എസ് ആയതുകൊണ്ട് കിഡ്സിൻ്റെക്ക് കയറി വരുന്നതാണെന്ന് തോന്നുന്നു. നല്ല ഭംഗിയുണ്ട്. നമുക്ക് ഇത് മാത്രമായിട്ട് ഇടാനായിട്ടേ നല്ല രസമുള്ളൊരു ഐറ്റമാണ്. വൈനാണ് കേട്ടോ ഷെയ്ഡ് വരുന്നത്. അതിന് മാച്ച് ആവുന്ന രീതിയിൽ ഈ ഒരു കളർ ചാർട്ട്. ഏലൈനാണ്. ഇതൊക്കെ ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുള്ള പ്രൊഡക്റ്റുകളാണ് കേട്ടോ. ഞാനിങ്ങനെ എടുത്ത് പറയുന്നില്ല എന്നുള്ളൂ. ഇത് വന്നിട്ടൊരു ഇച്ചിരി ലിനൻ ടൈപ്പ് മെറ്റീരിയലാണ്. ഇച്ചിരി ഹെവിയാണ് ഈ മെറ്റീരിയൽ. അതിനകത്ത് ബാത്തിക് പ്രിന്റിന്റെ ഡിസൈൻ പോലെ കൊടുത്തിട്ടുള്ളതാണ്. ഭയങ്കര ഉദിച്ച കളറല്ല. മെറൂൺ എന്ന് പറയുമ്പോൾ ഇച്ചിരി എന്താ പറയുക, നാച്ചുറൽ ഡൈ ഒക്കെ ചെയ്തിട്ട് വരുന്ന പോലത്തെ അങ്ങനത്തെ ഉള്ളതിന് ഉതിപ്പ് കിട്ടില്ല. അജറക്കിലൊക്കെ ചില ഐറ്റംസിന് ഉതിപ്പ് ഉണ്ടാവില്ല. അപ്പം നമുക്ക് ഒരു പഴയതുപോലെ തോന്നുമെന്ന് തോന്നും. പക്ഷെ അങ്ങനെയല്ല, അതൊക്കെ ഒറിജിനൽ ആയതുകൊണ്ടാണ് അങ്ങനെ കേട്ടോ. അപ്പം അത്ര ഉദിച്ച കളറല്ല, ഉദിച്ച മെറൂണല്ല, ഏലയിലാണ്. ഭയങ്കര കംഫർട്ടാണ് കേട്ടോ ഈ മെറ്റീരിയൽ. ഇടാനായിട്ടൊരു ലിനൻ ടച്ചിലേക്ക് വരുന്ന കോട്ടൺ ആണ്. അങ്ങനെ വരും. വുഡൻ ബട്ടൺ കൊടുത്തിട്ട് ഫ്രണ്ടിൽ ചെറിയൊരു ഓപ്പണിംഗ് ആണ്. എയർലൈൻ സ്ട്രക്ചറിലാണ് വരുന്നത് കേട്ടോ. പുറകുവശം അങ്ങനെ തന്നെ പോകുന്നു. അടുത്തത് വരുന്നത് ഇതൊരു പിങ്കിന്റെ ഷെയ്ഡിലേക്ക് വരുന്നതാണ് കേട്ടോ. നമുക്കൊരു പാർട്ടി വെയർ ഒക്കെ ആയിട്ട് വേണമെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. ഇച്ചിരി ഗ്ലേസിങ് ഉള്ള ടൈപ്പാണ് മെറ്റീരിയൽ വരുന്നത്. ഒരു ഷിമ്മർ എഫക്റ്റ്, ഷിമ്മർ എന്നൊക്കെ പറയുന്ന ഒരു ടൈപ്പ് മെറ്റീരിയൽ ഇല്ലേ, അങ്ങനത്തെ പോലത്തെയാണ്. പക്ഷെ എക്സാക്റ്റ് അങ്ങനെയല്ല കേട്ടോ. ഇതാ അങ്ങനെ വരും. ഇതിന് ഈ പറഞ്ഞ മാതിരി ഷിമ്മറിൻ്റെ ഒക്കെ ലെഗിൻസ് ഇട്ടാൽ പുള്ളിയാണ് കേട്ടോ. ശരിക്കും ഒരു പാർട്ടി വെയർ ലുക്ക് കിട്ടും നമുക്ക്. ചില മെറ്റീരിയലിൻ്റെ കൂടെ നോർമൽ പാൻറ് യൂസ് ചെയ്യുന്നേക്കാളും കുറച്ചും കൂടി ഇപ്പം ഞാൻ ഇതിട്ടിരിക്കുന്നത് ഒരു സിൽക്കി എഫക്റ്റ് ആണ്. പക്ഷെ ഞാൻ വെയർ ചെയ്തിട്ടുള്ളത് നോർമൽ ബുട്ട വർക്ക് വരുന്ന ഒരു ഇതിനോട് കോൺട്രാസ്റ്റ് ആവുന്ന രീതിയിൽ ഒരു ഗോൾഡൻ ടച്ച് കൊടുക്കുന്ന ഒരു പാൻറ്റാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. ഇതിൻ്റെ തന്നെ ഒരു സിൽക്കി, ഒരു മെറ്റാലിക് ഫിനിഷോ അല്ലെങ്കിൽ ഒരു ഷിമ്മർ എഫക്റ്റോ ഒക്കെ ഉള്ളിട്ടാൽ കുറച്ചും കൂടി ഗ്രാൻഡായിട്ട് തോന്നും. അപ്പോൾ അതുപോലെയാണ് ഉദ്ദേശിച്ചത്. കുറേ പേര് എന്നോട് അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഷിമ്മർ എഫക്റ്റിലുള്ള ലെഗിൻസോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒക്കെ കൊണ്ടുവരാൻ. കുറച്ചും കൂടി പാർട്ടി വെയർ ലുക്കിൽ വരുന്ന പാൻസ് നമ്മളതൊക്കെ അറേഞ്ച് ചെയ്യുന്നുണ്ട് കേട്ടോ. അടുത്തത് വരുന്നത് നല്ല മെറ്റീരിയലാണ് കേട്ടോ. ഭയങ്കര രസം. അത് ഇച്ചിരി കനമുണ്ട്, പക്ഷെ ഭയങ്കര സിമ്പിളാണെന്ന് തോന്നും. പക്ഷെ ഇച്ചിരി വെയിറ്റ് ഉണ്ട്. വിത്തൗട്ട് ലൈനിങ്ങിലാണ് വരുന്നത്. ഇവിടെ ഇങ്ങനെ ഒരു ലൈൻസ് ആയിട്ട് സെപ്പറേഷൻ പോയിട്ടുണ്ട്. ഇവിടെ ഒരു പാച്ച് വർക്ക് കൊടുത്തിട്ടുണ്ട്, ഒരു മൾട്ടി കളർ. ഇതൊക്കെ നല്ല രസമാണ് കേട്ടോ കാണാനായിട്ട്. ഇങ്ങനെയാണ് ഒരു മെറ്റീരിയലിൻ്റെ എഫക്റ്റ്. ഫ്രണ്ടിൽ ഒരു ത്രെഡ് വർക്കിൻ്റെ ഒരു പാറ്റേൺ. സ്ലീവിൻ്റെ ഇവിടെ ഇച്ചിരി കട്ടിക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഇതെല്ലാം ഫോർഡബിൾ ലൈൻ്റെ പ്രൊഡക്റ്റുകളാണ് കാണിക്കുന്നത് കേട്ടോ. അടുത്തത് വരുന്നത് ഇങ്ങനെ ഒരു ഐറ്റമാണ്. ഞാൻ വീഡിയോ എടുക്കുന്നത് ഒരു നൈറ്റ് ഷെയ്ഡിലാണ് കേട്ടോ. നിങ്ങളുടെ നാട്ടിൽ എന്ത് പറയുന്ന അറിയില്ല. ഞങ്ങളുടെ നാട്ടിൽ നെഡില്ലാന്നോ അങ്ങനെ തന്നെ പറയില്ലേ. ഇങ്ങനെ പേടിയാവുന്ന സൈസ് ഒരു സാധനം. എനിക്കതിന് ഭയങ്കര പേടിയാണ്. അതിൻ്റെ ഒരു കൂവലിവിടെ കേൾക്കുന്നുണ്ട്. അത് കേട്ട് ഞാൻ ആരെങ്കിലും മരിക്കുന്നൊക്കെ പണ്ട് കാലം മുതലേ പറയും. പക്ഷെ എനിക്കതെന്തോ ഭയങ്കര പേടിയുള്ള ഒരു കാര്യം. ഞാൻ 2 ചെയ്യുമ്പോഴത്തേക്കും, പക്ഷെ അങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ അങ്ങനെ കാണിക്കുന്നത് ശരിയല്ലല്ലോ. പക്ഷെ എവിടെയോ അതിൻ്റെ ഒരു കരച്ചിൽ കേൾക്കുന്നു. ഇതൊരു ബ്രാൻഡിൽ വരുന്നതാണ് കേട്ടോ. ഒരു പോപ്കോൺ ടൈപ്പ് പോലത്തെ മെറ്റീരിയലാണ്. ഇച്ചിരി ഹെവിയാണ് മെറ്റീരിയൽ. നല്ല രസമാണ്. സിമ്പിളായിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ് കേട്ടോ. ഇങ്ങനെയാണ്. നല്ല രസമുള്ള ഒരു ബൊട്ടാണിക്കൽ പ്രിന്റ് പോലത്തെ ഒരു പ്രിന്റാണ് പോയിട്ടുള്ളത്. ഇത് വരുന്നത് ഒരു ഫുട്ബോൾ ഹക്കോബ മെറ്റീരിയലിൽ ഒരു വി നെക്ക് പാറ്റേണിൽ കൊടുത്തിട്ടുള്ള സ്ലീവ്, പഫ് സ്ലീവാണ് കൊടുത്തിട്ടുള്ളത്. വിത്തൗട്ട് ലൈനിങ്ങിലാണ് വരുന്നത്. നെക്ക് നല്ല ഒരു കറക്റ്റ് ഷേപ്പിൽ നിൽക്കുന്ന, ഒട്ടും ഇറങ്ങി നിൽക്കുന്ന ടൈപ്പ് അല്ല കേട്ടോ. ഇങ്ങനെ വരും. സ്ലിറ്റഡ് ആണ്. ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു കളർ മാത്രമാണ് കേട്ടോ ഉള്ളത്. നല്ല ഭംഗിയുള്ള ഒരു ഐറ്റമാണ്.
അടുത്ത് തന്നെ നല്ല രസമുള്ളൊരു കളറാണ്. എപ്പോഴും നമുക്ക് കിട്ടുന്നൊരു കളറല്ല. എക്സാക്റ്റ് ഇതിൻ്റെ കളർ പറയാൻ എനിക്ക് ഒരു ഒനിയൻ പിങ്ക് പോലത്തെ ഒരു ഷെയ്ഡിലേക്ക് വരുന്നതാണ്. പക്ഷെ ഒരു ഒനിയൻ പിങ്ക് എന്നും പറയാൻ പറ്റില്ല, മോർ ഷെയ്ഡ് എന്നൊക്കെ പറയാം. ഓൾമോസ്റ്റ് മോർ ഷെയ്ഡാണ് കേട്ടോ. ഇവിടെ ഇങ്ങനെ ഒരു മെഷീൻ എംബ്രോയിഡറി വർക്കാണ് കൊടുത്തിട്ടുള്ളത്. ലൈനിലാണ് വരുന്നത്. നല്ല ലെങ്ത് ഒക്കെ ഉണ്ട്. ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ക്രേപ്പിൻ്റെ ലൈനിങ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, നല്ല ലെങ്ത്തിൽ തന്നെ ലൈനിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പുറകുവശം ഇങ്ങനെ വരുന്നത് നല്ലൊരു കളറാണ് കേട്ടോ. ഈ ഒരു വർക്ക് കാണാൻ നല്ല രസമുണ്ട്. അടുത്ത വരുന്നത് കലങ്കാരിയിലാണ് വരുന്നത്. കലങ്കാരിയിൽ നല്ലോണം മിറർ വർക്കും ഹാൻഡ് വർക്കും ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ട് പോർഷൻ നിറയെ ആൻറ്റിക്കിൻ്റെ കട്ട് ബീഡ്സ് ആണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഒരു മെറൂൺ ഷെയ്ഡിൽ, മെറൂണും എല്ലാം കൂടി ബ്ലെൻഡ് ആയിട്ട് വരുന്ന ഒരു കലങ്കാരിയാണ്. നല്ല ഭംഗിയുണ്ട്. ഇപ്പോൾ വീണ്ടും കലങ്കാരികളൊക്കെ ട്രെൻഡ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. അടുത്ത വരുന്നത് ഒരു സ്ലബ് സിൽക്കും പോലത്തെ മെറ്റീരിയലിലാണ് കേട്ടോ. ഇച്ചിരി കൂടിയായിട്ടാണ് ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അങ്ങനെ വരും. നല്ലൊരു വർക്ക്, കോപ്പറിൻ്റെ വർക്ക് കൊടുത്തിട്ട് നമുക്ക് ഓൾറെഡി നമ്മൾ കൊണ്ടുവന്നിട്ട് പിന്നെയും കുറച്ച് ക്വാണ്ടിറ്റിയിലും റീസ്റ്റോക്ക് ചെയ്തായിട്ടായിരുന്നു. അപ്പോൾ അതിൽ കുറച്ച് പീസസ് ഉണ്ടായത് ഞാൻ ഇതിലേക്ക് ഇടുക. അപ്പോൾ നമുക്ക് നല്ല എൻക്വയറി ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വീണ്ടും ഒരുപാട് ക്വാണ്ടിറ്റി കൊണ്ടുവന്നതാണ്. നല്ല ഭംഗിയുള്ള ഒരു പ്രത്യേക കോപ്പറിൽ കൊടുത്തിട്ടുള്ളൊരു വർക്കാണ് ഇവിടെ വരുന്നത് കേട്ടോ. നല്ല രസമുള്ളൊരു ബ്ലൂ ഷെയ്ഡാണ്. ഭയങ്കര ഡാർക്ക് നേവി അല്ല, എന്നാലും നേവി ബ്ലൂയിലേക്ക് കയറുന്ന ഒരു വർക്കാണ് കേട്ടോ. സ്ലബ് സിൽക്കാണ് മെറ്റീരിയൽ. അപ്പോൾ ഒരു സിൽക്കിൻ്റെ പ്രോപ്പർട്ടിയും കൂടി ഉള്ളതുകൊണ്ട് നല്ല രസമാണ്. അതിൻ്റെ തന്നെ ഒരു യെല്ലോ ഷെയ്ഡാണ് കേട്ടോ. ഒരു ഗോൾഡൻ യെല്ലോ ഒക്കെ പോലത്തെ ഒരു ഷെയ്ഡാണ്. നമുക്ക് അത്യാവശ്യം ഹൽദിക്കൊക്കെ ഇട്ടുകൊണ്ട് പോകാൻ പറ്റുന്ന ഒരു ടൈപ്പാണ് കേട്ടോ. ആ വർക്ക് സെയിം ആണ് പോയിട്ടുള്ളത്. ആ ഒരു കോപ്പറിൻ്റെ വർക്കാണ് പോയിട്ടുള്ളത്. എൻ്റെ കയ്യിലിരിക്കുന്നത് 3XL ആണ് കേട്ടോ. അപ്പോൾ 3XLകാർക്ക് ഇങ്ങനെ ഹൽദി ഫംഗ്ഷനൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് അന്വേഷിക്കുന്ന സമയത്ത് കിട്ടില്ല എന്നുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് മേടിക്കുക. ഒരൊറ്റ പീസ് ഉള്ളൂ കേട്ടോ 3XL. ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇത് സ്ലബ് സിൽക്ക് എന്നൊക്കെ പറയുമ്പോൾ കറക്റ്റ് 3XL എന്ന് പറഞ്ഞാൽ നല്ല ടൈറ്റ് ഫിറ്റിലായിരിക്കും. സ്ലബ് സിൽക്ക് ഒന്നും ഒരു പൊടിക്ക് പോലും മുന്നോട്ട് വലിയില്ല. പിന്നെ വരുന്നതേ ഇത് എന്താ പറയുക, നല്ല രസമുള്ള ഒരു ഹക്കോബ പാറ്റേൺ ആണ്. എൻ്റെ പ്രിന്റ് കാണാൻ നല്ല രസമുണ്ട്. 2 പ്രിന്റിലാണ് വരുന്നത്. ഇതിൻ്റെ ലെങ്ത്ത് നോർമലിനേക്കാളും കുറച്ച് കുറവായിരുന്നു. ലെങ്ത്ത് നിങ്ങൾ ഓർഡർ എടുക്കുന്ന സമയത്ത് ഒന്ന് ചോദിച്ചാൽ മതി. ഇച്ചിരി ഒരു 43 റേഞ്ച്, 43-44 റേഞ്ചാണ് വരുന്നത്. പക്ഷെ ഇതിൻ്റെ കൂടെ പലാസയൊക്കെ വേറെ ഇത് സൂപ്പറാണ്. ഇത് എപ്പോഴും നമുക്ക് കിട്ടില്ല കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ഈസ്റ്ററും കാര്യങ്ങളൊക്കെ വരുന്നതുകൊണ്ട് നിങ്ങൾക്ക് കംഫർട്ടായിട്ട് മേടിച്ച് വയ്ക്കും. കാരണം ക്ലോത്ത് വൈസ് നല്ല സൂപ്പർ ക്ലോത്താണ്. മെറ്റീരിയലൊക്കെ നല്ലതാണ്. സ്ലിറ്റഡ് ആണ്. ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഈ ലെങ്ത്ത് ഒരു നമ്മുടെ നാട്ടിലാണ് ഇതിങ്ങനെ 45-46 റേഞ്ചൊക്കെ വരുന്നത്. പുറമേക്ക് 43-44 ആ റേഞ്ചിലാണ് വരിക. ഇത് ഒരു അവിടെ നിന്ന് പുറത്തുനിന്ന് കൊണ്ടുവരുന്നതാണ്. ഈ ചിക്കൻ കാരി അങ്ങനെയൊക്കെ പോലെയുള്ള ഹക്കോബയൊക്കെ അങ്ങനത്തെ വരുന്നവരിൽ വരുന്നതാണ് കേട്ടോ. പുറകുവശവും ഇതേപോലെ കൊടുത്തിട്ടുണ്ട്. നോർമലി നമുക്ക് പുറക് പ്ലെയിൻ ആയിട്ട് വരാറ്, പക്ഷെ ഇത് പുറകും ആ ഒരു പാറ്റേണിൽ ഫുൾ വർക്ക് കൊടുത്തിട്ടുള്ള നല്ലൊരു ഐറ്റമാണ് കേട്ടോ. 499 മാത്രമേ വരുന്നുള്ളൂ. ഹക്കോബയ്ക്കൊക്കെ നല്ല റേഞ്ച് വരുന്ന ഒരു ഐറ്റമാണ്. അതിൻ്റെ തന്നെ വേറൊരു പ്രിൻ്റാണ്. ഇതും കാണാൻ നല്ല രസമുള്ള ഒരു പ്രിൻ്റാണ് കേട്ടോ. നല്ല കട്ടിയുള്ള ടൈപ്പാണ് കേട്ടോ. ഇതൊക്കെ നമുക്ക് നോർമൽ ഏത് സൈസാണോ അതിനേക്കാളും ഒരു പൊടിക്ക് മുന്നോട്ട് എടുക്കണം. കാരണം ഇതൊന്നും അങ്ങനെ ഒട്ടും അങ്ങോട്ട് വലിയുന്ന ടൈപ്പല്ല. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ പറയുന്നത് കേട്ടോ. എനിക്ക് ഈ ലെങ്ത് ഓക്കെയാണ് കേട്ടോ. എന്നെ സംബന്ധിച്ചിടത്തോളം കറക്റ്റാണ്. എനിക്കിത് 44 ഒക്കെ ഓക്കെയാണ്. നോർമൽ കുർത്തിയുടെ ലെങ്ത്തിലേക്ക് 45-46 വരുമ്പോൾ എനിക്ക് നല്ല ലെങ്ത്താണ്. എങ്ങനെയായാലും ഞാൻ ഏത് ലെങ്ത് ആണെങ്കിലും ആ ലെങ്ത്തിൽ തന്നെ അഡ്ജസ്റ്റ് ചെയ്യുന്ന ആളാണ്. ചിലപ്പോൾ ഇത്തിരി ലെങ്ത്ത് കൂടിയെന്ന് വെച്ച് ഞാനതങ്ങനെ കട്ട് ചെയ്ത് മാറ്റാറൊന്നുമില്ല. ഇത് 43-44 എനിക്ക് കറക്റ്റാണ്. ഒന്നും ചെയ്യാനില്ലാത്തൊരു ലെങ്ത്താണ്. എൻ്റെ കൂടെ പലാസകളൊക്കെ വെയർ ചെയ്താൽ നല്ലതാണ് കേട്ടോ. കണ്ടോ, പുറകുവശം അടക്കമാണ് ആ ഒരു വർക്ക് പോയിട്ടുള്ളത്. അപ്പോൾ മിസ് ചെയ്യാണ്ട് പർച്ചേസ് ചെയ്യട്ടെ. ഇനി ഇവിടെ നിങ്ങളുടെ
ഈസ്റ്ററും കാര്യങ്ങളൊക്കെ വരുന്നിട്ടുള്ളത് കൊണ്ടാണ് നമ്മൾ അങ്ങനെ പറയുന്നത്. അപ്പോൾ 499 പ്രൊഡക്റ്റുകളാണ് ഇത്രയും കാണിച്ചത്. ഇനി നമ്മൾ കാണിക്കുന്നത് 599 റേഞ്ചിൽ വരുന്ന ഐറ്റം ആണ് കേട്ടോ. ഇത് വരുന്നത് നല്ല ഹെവി ആയിട്ടാണ് ഇതിൻ്റെ ഹാൻഡ് വർക്ക് പോയിട്ടുള്ളത് കേട്ടോ. ഇത്രയും ഹെവിയാണ്. ഒരു ആലിയ കട്ട് സ്ട്രക്ചറിലാണ് വരുന്നത്. ഇങ്ങനെ വരും. ഇതിന് ഫുൾ സ്ലീവാണ് കൈക്ക് വരുന്നത് കേട്ടോ. ഇനിയിപ്പോൾ ഇവിടെ ഞങ്ങളുടെ പെരുന്നാളുകളും ഉത്സവങ്ങളും അങ്ങനെയുള്ള കുറേ പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് നല്ല ട്രെൻഡി ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന കളക്ഷൻസ് ആണ്. മിസ് ചെയ്യാണ്ട് തന്നെ പർച്ചേസ് ചെയ്യാം കേട്ടോ. 599 മാത്രമേ വരുന്നുള്ളൂ. എലൈൻ സ്ട്രക്ചറിൽ വിത്ത് ലൈനിങ്ങോട് കൂടിയാണ് വരുന്നത്. ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത് ബ്ലാക്ക് ആണ്. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. അടുത്തത് വരുന്നത് ഒരു വയലറ്റ് ഷെയ്ഡാണ് കേട്ടോ. എല്ലാം ഫുൾ സ്ലീവ് ആണ് കേട്ടോ. സ്ലീവ് വിത്തൗട്ട് ലൈനിങ്ങിൽ ബോഡി പോർഷൻ ലൈനിങ്ങോട് കൂടിയാണ് വരുന്നത്. ഒരു ഓഫർ പ്രൈസിൽ ഇങ്ങനെയൊക്കെ കിട്ടുമ്പോൾ നിങ്ങൾ മസ്റ്റായിട്ടും മേടിച്ച് വെക്കുക. കാരണം ചിലർക്ക് അങ്ങനെ ആദ്യം കാണുമ്പോൾ ഇത്ര വർക്കൊക്കെ കാണുമ്പോൾ ഇടണമെന്ന് തോന്നും. പക്ഷെ ഇങ്ങനെ ഓഫർ പ്രൈസിലൊക്കെ കിട്ടുമ്പോൾ നല്ല രസമാണ്. പാർട്ടി വെയർ കളക്ഷനായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. കാരണം ഇവിടെ അടക്കം കണ്ട അത്രയും റിച്ച് ആയിട്ടാണ് വർക്ക് കൊടുത്തിട്ടുള്ളത്. പുറകു വശം നോർമൽ എ ലൈനാണ് കേട്ടോ. ഇവിടെ മാത്രമാണ് ചെറിയ ഗ്യാദേഴ്സ് ഉള്ളൂ. പുറകിലേക്ക് ഗ്യാദേഴ്സ് ഒന്നുമില്ല. പ്ലെയിൻ എ ലൈനാണ്. അടുത്തത് വരുന്നത് ഒരു കൈൻഡ് ഓഫ് ബ്ലൂ ആണ് കേട്ടോ. നേവി ബ്ലൂ എന്ന് പറയാൻ പറ്റില്ല. ഓൾമോസ്റ്റ് ആ ഒരു റേഞ്ചിലേക്ക് വരുന്ന ബ്ലൂ ആണ്. നല്ല ലെങ്ത് ഉണ്ട് കേട്ടോ. എല്ലാത്തിനും ഒരു ഗൗൺ ടൈപ്പ് പോലെ നല്ല ലെങ്ത് വരുന്നുണ്ട്. ഇത്ര ലെങ്ത് വേണ്ടെന്നുള്ളവരാണെങ്കിൽ അങ്ങനെ മാറ്റിയിട്ട് കട്ട് ചെയ്തിട്ട് യൂസ് ചെയ്യാം. ഓക്കെ, എല്ലാം നല്ല പക്ക നല്ല രസമുള്ള പാർട്ടി വെയർ കളക്ഷൻസ് ആണ് കേട്ടോ. അടുത്തത് തന്നെ ഒരു പാർട്ടി വെയർ ലുക്കിലേക്ക് വരുന്നത് ഇതെങ്ങനെയാണ്. ഇവിടെ ഇങ്ങനെ പിൻടെക്സ് പോലെ കൊടുത്തേക്കാണ്. ഇവിടെ വരെ സ്റ്റിച്ചഡ് ആണ്. താഴത്തേക്ക് ആ സ്റ്റിച്ചിങ് വിട്ട് കഴിയുമ്പോൾ അങ്ങനെ കിടക്കുന്ന ഒരു ടൈപ്പാണ്. ഇവിടെ സ്ലീവ് അജ്രക്കിൻ്റെ ബ്ലാക്ക് കോമ്പിനേഷൻ ആണ് കേട്ടോ. ഇതൊരു മോവും ബ്ലാക്കും കൂടി വരുന്ന ഒരു കോമ്പിനേഷൻ എ ലൈനിൽ വരുന്നതാണ്. ഇതിന് താഴെ ആ ഒരു പടി പോലെ ഇതേ സെയിം വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പുറകിലേക്കില്ല, ഫ്രണ്ടിൽ. പുറകുവശം ഇങ്ങനെ വരും. കളർ വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഓർഡർ എടുക്കുമ്പോൾ ഒന്ന് ചോദിച്ചിട്ട് അല്ലെങ്കിൽ പറയാം അങ്ങനെയാണെന്ന്. ഇതാണ് ഫസ്റ്റ് കളർ. ഈ ഒരു മോ ഷെയ്ഡും ബ്ലാക്കും കൂടിയുള്ള കോമ്പിനേഷൻ കേട്ടോ. എ ലൈനിലാണ് ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. താഴെയും അതേപോലെ പടി കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ നല്ല റേഞ്ചിൽ വരുന്ന ഐറ്റംസ് ആണ് കേട്ടോ. എല്ലാതും തന്നെ നമുക്ക് ഇതൊന്നും റിട്ടേൺ ചെയ്യില്ല എന്ന് പറയുന്നതിൻ്റെ കാരണം അതാണ്. നമുക്കത് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷിപ്പിംഗ് ചാർജ് കൊടുത്തിട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടായതുകൊണ്ടാണ്. അപ്പം അങ്ങനെയുള്ളവർ മാത്രം പ്രൊഡക്റ്റ് എടുക്കുക കേട്ടോ. നമുക്ക് അങ്ങനെ അത്ര മൈന്യൂട്ടായിട്ട് എന്തെങ്കിലും നമുക്ക് ഇത്രയും പ്രൊഡക്റ്റുകളൊന്നും ചെക്ക് ചെയ്ത് ഓരോന്നും തിരിച്ചു മറിച്ച് ചെക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പം നമുക്ക് യാതൊരു കാരണവശാലും റിട്ടേൺ ഉണ്ടായിരിക്കുന്നതല്ല എന്നും കൂടി പറയുകയാണ് കേട്ടോ. അപ്പം അങ്ങനെ പറയുമ്പോൾ ആൾക്കാർ വിചാരിക്കും അയ്യോ എന്തോ ഡാമേജ് ഉണ്ട്. അങ്ങനെ ഉണ്ടായിട്ടില്ല. നമ്മൾ അങ്ങനെ എടുക്കില്ല എന്നൊന്ന് പറഞ്ഞു വെക്കണേന്നേ ഉള്ളൂ. ഓക്കെ, ഇത് വരുന്നത് ഒരു നല്ല രസമുള്ളൊരു റാണി പിങ്ക് പോലത്തെ ഒരു കളറാണ്. പർപ്പിളിഷ് റാണി പിങ്ക് എന്ന് വേണമെങ്കിൽ പറയാം. ഭയങ്കര ബ്രൈറ്റ് അല്ല, നല്ല കളറാണ് കേട്ടോ. അതിനകത്ത് ഇവിടെ വരുന്നത് ബോർഡർ ബ്ലൂ ആണ്. പുറകുവശം നോർമൽ എ ലൈനാണ്. അടുത്തത് വരുന്നത് ഇങ്ങനെ ഒരു പാറ്റേൺ ആണ്. നല്ല ജോർജറ്റ് മെറ്റീരിയലാണ്. ചെറിയ പ്ലീറ്റ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. ഹെവി ആയിട്ട് വർക്ക് കൊടുത്തിട്ടുണ്ട്. മിറേഴ്സും ഉണ്ട്, കട്ട് ബീഡ്സും കൊടുത്തിട്ടുണ്ട്. ഒരു വീനെക്കാണ് കൊടുത്തിട്ടുള്ളത്. സ്ലീവിൻ്റെ എൻഡിലും അതേ ഒരു പാച്ച് വർക്ക് കൊടുത്തിട്ടുണ്ട്. ചെറിയ പ്ലീറ്റ്സ്, നല്ല പാർട്ടി വെയറായിട്ട് ഇതും യൂസ് ചെയ്യാം. ഇതും ഒരു ഡാർക്ക് ഷെയ്ഡാണ് കേട്ടോ. ഒനിയൻ പിങ്ക്, മൂവ് അങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് കളറാണ് ഇത് വരുന്നത്. ബാക്കിൽ നോർമൽ ഏനാണ്. ഇവിടെ ചെറിയ പ്ലീറ്റ്സ് ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. നല്ല ഭംഗിയുണ്ട് കാണാൻ. മിസ് ചെയ്യാണ്ട് പർച്ചേസ് ചെയ്യട്ടെ. ഇതൊക്കെ 599 ആ റേഞ്ചിലല്ല നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾ ആലോചിക്കുക, നല്ല പ്രൈസിലാണ് ഇത് വരുന്നത്. നല്ല ഓഫറിലാണ് നിങ്ങൾക്ക് കിട്ടണേ കേട്ടോ. ഇങ്ങനെ വരെ ഒരു റാണി പിങ്ക് പോലത്തെ ഒരു ഷെയ്ഡാണ്. നല്ല രസമുള്ളൊരു കളറാണ് കേട്ടോ. ഡാർക്കായിട്ടുള്ളൊരു കളറാണ്. 599
അടുത്തത് വരുന്നത് കോട്ടണിൽ ഹെവി ആയിട്ട് അജ്രക്കിൻ്റെ വർക്ക്, പാച്ച് വർക്ക്, അതുപോലെ തന്നെ ത്രെഡ് വർക്ക്, നമ്മുടെ എന്താ പറയുക മിറർ വർക്കും കട്ട് ബീഡ്സും കൊടുത്തിട്ടുള്ള ഒരു ഐറ്റമാണ്. കളറൊക്കെ എപ്പോഴും കിട്ടാത്ത ഒരു റയർ ഷെയ്ഡിലേക്ക് വരുന്ന ഒരു കളർ ചാർട്ടാണ് കേട്ടോ. സ്ലീവ് വിത്തൗട്ട് ലൈനിങ്ങിലും ബോഡി പോർഷൻ ലൈനിങ്ങോട് കൂടിയാ വരുന്നത് കേട്ടോ. ഇങ്ങനെ വരും. ഇത് വരുന്നത് ഒരു നേവി ബ്ലൂ ഷെയ്ഡാണ്. ഇതിൻ്റെ തന്നെ സെയിം കളറിൽ വരുന്നൊരു പീകോക്ക് ബ്ലൂ പോലത്തെ ഒരു കളറാണ് ഇത് കേട്ടോ. അതിന് കൊടുത്തിട്ടുള്ളത് വൈനാണ് ഷെയ്ഡ്. ഇത് രണ്ടും ഓൾമോസ്റ്റ് പ്രിന്റ് സെയിം ആണ്. ഉണ്ടോ? പ്രിന്റ് വരുന്നത് സെയിം ആണ്, കളർ മാത്രം. ഇതിൻ്റെ സൈസസ് ഇതിൽ എഴുതിയിട്ടുണ്ട്, അത് കറക്റ്റ് എടുക്കുക. ഇനി ഇതിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന സൈസ് ഇല്ലെങ്കിൽ ഇതിൽ മേടിച്ചോളാം കേട്ടോ. ഇതും രണ്ടും കാണാൻ നല്ല കളേഴ്സാണ്. പർഗോസ് ഇങ്ങനെ കേട്ടോ. ചെറിയ അജ്രക്കിൻ്റെ പ്രിൻ്റാണ് കൊടുത്തിട്ടുള്ളത്. ഇത് വന്നിട്ടുള്ളതൊരു വൈൻ ഷെയ്ഡാണ് കേട്ടോ. ഇത് പാച്ച്. അടുത്ത് വന്നിട്ടുള്ളത് അജ്രക്കിൻ്റെ പോലെ തന്നെ പ്രിന്റ് വേറൊരു ടൈപ്പാണ്. ഇത് ബ്ലാക്ക് ആണ് ബേസ് വരുന്നത് കേട്ടോ, ബ്ലാക്ക്. ഇതിൻ്റെ പാച്ച് വർക്ക് ഇവിടെ ഇതിൻ്റെ പാച്ച് വർക്ക് തന്നെയാണ് സ്ലീവിൻ്റെ എൻഡിലും കൊടുത്തേക്കുന്നത്. ഇതും മിറേഴ്സ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. പക്ഷെ നേരത്തെ ഇങ്ങനെ ബോർഡറിലാണ് ഇതിങ്ങനെ സ്കാറ്റേഡ് ആയിട്ടാണ് കൊടുത്തേക്കുന്നത്. ത്രെഡ് വർക്കും അതുമാതിരി തന്നെ ഹെവി ആയിട്ട് കട്ട് ബീഡ്സ് വർക്കും കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം 599 മാത്രമേ വരുന്നുള്ളൂ. മിസ് ചെയ്യാണ്ട് പർച്ചേസ് ചെയ്യാം കേട്ടോ. ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. പുറകുവശം ഇങ്ങനെയാണ് വരുന്നത്. ഇത് വരുന്നത് ബ്ലാക്ക് ആണ് കേട്ടോ. അതിൻ്റെ സെയിം പ്രിന്റിൻ്റെ മെറൂൺ ഷെയ്ഡ് വരുന്നുണ്ട്. ഇതാ സെയിം മെറൂൺ ഷെയ്ഡ്. നല്ല ഭംഗിയാണ് കേട്ടോ ഇതൊക്കെ ഇട്ടാൽ. പിന്നെ ചൂടായതുകൊണ്ട് തന്നെ കോട്ടൺ ഇടാൻ നമുക്ക് നല്ലതാണ്. അടുത്തത് വരുന്നത് നല്ലൊരു മെറ്റീരിയലാണ്. സ്ലബിൻ്റെ അത്ര കട്ടിയില്ല, എന്നാൽ സ്ലബിൻ്റെ പോലത്തെ നല്ലൊരു ഹെവി ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. ഹെവി ആയിട്ട് തന്നെ മെഷീൻ എംബ്രോയിഡറി വർക്കാണ് കൊടുത്തേക്കുന്നത്. ചെറിയൊരു സീക്വൻസിൻ്റെ ഫിനിഷിങ്ങും കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു ചെറിയൊരു ഗ്ലേസിങ് പോലെ നല്ല രസമുള്ളൊരു വയലറ്റ് ഷെയ്ഡാണ് കേട്ടോ. സൈസ് വരുന്നത് എല്ല്. ഈ ഒരൊറ്റ സൈസ് മാത്രമേ ഉള്ളൂ എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഉള്ളിൽ ലൈനിങ് കൊടുത്തിട്ടുണ്ട്. നല്ല ഹെവിയാണ് കേട്ടോ, നല്ല ഐറ്റമാണ്. മിസ് ചെയ്യാണ്ട് പർച്ചേസ് ചെയ്തോ എല്ലാവരും, കാണാൻ നല്ല രസമാണ്. അപ്പോൾ ഇതാണ് 599 കുർത്തി. ഇനി 599 ഒരു 3 പീസ് സെറ്റ് ഞാൻ കാണിക്കുന്നുണ്ട്. ഇത് വരവാണ്. നമുക്കിതിൻ്റെ എന്താ പറയുക, ഹൈ ക്വാളിറ്റി എന്നൊന്നും പറയാൻ പറ്റില്ല, കാരണം പുറത്തുനിന്നുള്ള സ്റ്റിച്ചിങ്ങും കാര്യങ്ങളുമാണ്. ലെങ്ത്ത് ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങളൊന്ന് ഓർഡർ, ലെങ്ത്ത് ഉണ്ടെന്ന് തോന്നുന്നു 45 റേഞ്ചിലേക്ക് ലെങ്ത്ത് വരുന്നുണ്ട്. പക്ഷെ ആ ഒരു പുറത്തത്തെ ഒരു ക്വാളിറ്റിയാണ് ഉണ്ടാവുള്ളൂ കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ എടുത്ത് തന്നെ പറയുന്നത്. ഇത് മിറേഴ്സാണ് കൊടുത്തിട്ടുള്ളത്. മിറേഴ്സ് എല്ലാം തന്നെ ഒറിജിനൽ മിറേഴ്സാണ്. കുറച്ച് ബഡ്ജറ്റ് ബൈയിൽ വരുന്ന 3 പീസ് സെറ്റൊക്കെ വേണം എന്നുള്ളവർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പാണ് കേട്ടോ ഇത്. അത്ര ഒരു നമ്മുടെ ഒരു 199 അല്ലെങ്കിൽ 1099 1199 ആ റേഞ്ചിലേക്ക് വരുന്ന 3 പീസിൻ്റെ ആ ഒരു സ്റ്റാൻഡേർഡോ ഉണ്ടാവില്ല അതിന്. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ടോപ്പ്. ഇതാണ് എൻ്റെ ബോട്ടമൊക്കെ നല്ല മെറ്റീരിയലാണ് കേട്ടോ. ഇലാസ്റ്റിക്കാണ് കൊടുത്തിട്ടുള്ളത്. ഫ്രണ്ട് പോർഷനിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ വള്ളി കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ വരും ബോട്ടം. ഒരു നേവി ബ്ലൂ ഷെയ്ഡിലാണ് ബോട്ടം വരുന്നത്. നമുക്കിപ്പോൾ ഡെയിലി ഇടണം, അത്ര റേഞ്ച് വേണ്ട, എന്നാൽ ടോപ്പും ബോട്ടം ഷോളായിട്ട് വേണമെന്നുള്ളവരൊക്കെ നമുക്ക് ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ, കാണാൻ നല്ല രസമൊക്കെ ഉള്ള ഒരു പാറ്റേൺ ആണ് വരുന്നത്. ഓക്കെ, ഇങ്ങനെയാണ് ഷാൾ വരുന്നത്. ഇങ്ങനെ ഒരു ഓൾട്ടർനേറ്റീവ് ആയിട്ട് ഒരു വീവിങ് പോലത്തെ ഒരു സ്ട്രക്ചറാണ് വരുന്നത് കേട്ടോ ഷാളിന്. ഈ 3 പീസ് സെറ്റിന് 599 മാത്രമേ വരുന്നുള്ളൂ കേട്ടോ. ഈ ഒരൊറ്റ എല്ലാണ് അത് സൈസ്. ആ ഒരൊറ്റ സൈസിൽ ഒരെണ്ണം മാത്രമേ ഉള്ളൂ കേട്ടോ. ഇതും 3 പീസ് സെറ്റാണ്. ഇതും നമ്മൾ മൊത്തത്തിലൊരു റേഞ്ച് കാണിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ആ റേഞ്ചിലേക്ക് ഇട്ടേക്കുന്നതാണ്. ഇതും ഇങ്ങനെയാണ്, കോട്ടൺ ആണ്. നമുക്കൊരു ബാത്തിക്കിൻ്റെ പ്രിന്റ് പോലത്തെ ഒരു പ്രിന്റാണ് പോയിട്ടുള്ളത്. ഇത് കുറച്ചും കൂടി കട്ടിയുണ്ട്. മെറ്റീരിയൽ നേരത്തേനേക്കാൾ കുറച്ചും കൂടി കട്ടിയുള്ള ടൈപ്പാണ് കേട്ടോ. ഇങ്ങനെ വരും. അതിൻ്റെ ബോട്ടം വന്നിട്ട് ഇങ്ങനെ പ്രിന്റഡ് ആയിട്ടുള്ള ബോട്ടമാണ്.
ബോട്ടത്തിന് എല്ലാത്തിനും വലിപ്പം കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നല്ല വലിപ്പമൊക്കെ ഉള്ള ടൈപ്പാണ്. ഇലാസ്റ്റിക് ആണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ പുറത്തുനിന്ന് ഉള്ളത് കൊണ്ടാണ് നമ്മൾ ആ റേഞ്ചിൽ തന്നെ കൊടുക്കുന്നത് കേട്ടോ. നല്ല നീളവും വീതിയും ഉള്ള ഷാളാണ്. ഇങ്ങനെ വരും ഷാൾ കേട്ടോ. പ്രിന്റഡ് ആയിട്ടുള്ള ഷാളാണ്. ഓക്കെ, ഇതും വരുന്നത് 599 മാത്രമേ വരുന്നുള്ളൂ കേട്ടോ. അപ്പൊ ഇത്രയും കാണിച്ചത് 599 കുർത്തികളാണ്. അതിനകത്ത് സിംഗിളും 3 പീസിനും ആ റേഞ്ചിൽ വരുന്ന എല്ലാം കാണിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ 699 റേഞ്ചിലേക്ക് കിടക്കാണ്. ഇതൊരു വെർട്ടിക്കൽ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഭയങ്കര ട്രെൻഡിലുള്ളതാണ്. ഇച്ചിരി ഗ്ലേസിങ് ഒക്കെ ഉള്ള ടൈപ്പാണ്. ഈ ഒരു യെല്ലോയിഷ് ഗ്രീൻ പോലത്തെ ഒരു ഗ്രീൻ അല്ല, യെല്ലോ പോലത്തെ ഒരു കളറാണ് കേട്ടോ. ഒരു എന്താ പറയുക, ഒരു ലെമണും ഒരു ഗോൾഡൻ ഒക്കെ, ഒരു ഓൾമോസ്റ്റ് ഗോൾഡൻ ആണ്. ഇവിടെ പിൻടെക്സ് ഒക്കെ പോലെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. താഴത്തേക്ക് അതിങ്ങനെ ഫ്ലീറ്റ്സ് വിട്ടു പോകുന്ന രീതിയിലാണ്. എലൈനാണ് സ്ട്രക്ചർ വരുന്നത് കേട്ടോ. എലൈൻ സ്ട്രക്ചറിൽ വരുന്ന ടോപ്പാണ്. അതിൻ്റെ സെയിം മെറ്റീരിയലിൽ കൊടുത്തിട്ടുള്ള ബോട്ടത്തിനൊക്കെ നല്ല സ്പേസ് ഉണ്ട്. 1 സൈഡ് പോക്കറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ബോട്ടത്തിന്. അപ്പം ഇങ്ങനെ വരുന്ന സെറ്റാണ്. 699 മാത്രമേ വരുന്നുള്ളൂ. മിസ് ചെയ്യാണ്ട് പർച്ചേസ് ചെയ്യാം. അടുത്തത് കോട്ടൻ്റെ ഐറ്റമാണ്. ഇവിടങ്ങളിൽ നമ്മൾ കൂടുതലും ലൈനിങ് വെച്ചാണ് തയ്ക്കുക. കുറച്ചും കൂടി കട്ടിയുള്ള മെറ്റീരിയൽ ആയിരിക്കും. അതുകൊണ്ടാണ് പുറത്തുനിന്നുള്ളതിനെ നമ്മൾ ആ റേഞ്ചിലേക്കും ഇവിടെ ഉള്ളതിന് ഈ റേഞ്ചിലേക്കും ഇടുന്നത് കേട്ടോ. അതൊക്കെ നല്ല ക്വാളിറ്റി, നല്ല കട്ടിയും ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുമാണ് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടാവുക. ഓക്കെ, നല്ല രസമുള്ള ഒരു കാന്ത വർക്കിൽ വരുന്ന ഒരു ഐറ്റം ആണ് കേട്ടോ. ഇത് ഉടനെ ഒരു കസ്റ്റമർ മേടിച്ചിട്ട് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് അതേപോലത്തെ ഇനി ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മൾ പിന്നെ അങ്ങനത്തെ ടോപ്പ് ബോട്ടം കാന്തയിൽ വരുന്ന ഐറ്റം നമുക്ക് കിട്ടിയിട്ടുണ്ടായില്ല. ഓക്കെ, ഇങ്ങനെ വരട്ടെ. നല്ലൊരു കളർ ചാർട്ടാണ്. അതുപോലെ തന്നെ കാന്തയിൽ വരുന്ന ബോട്ടാണ് കേട്ടോ. 1 സൈഡ് ബാൻഡ്, ഒരു സൈഡ് ഇലാസ്റ്റിക് ആണ് കൊടുത്തിട്ടുള്ളത്. ഒരു സൈഡ് പോക്കറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഭയങ്കര കംഫർട്ടായിട്ട് നിങ്ങൾക്ക് വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. അതൊക്കെ നമുക്ക് എടുത്ത് അങ്ങനെ തന്നെ പറയാം. ഇനി എല്ലാം മറ്റേ പുറത്തുനിന്ന് വരുന്നതിന് അങ്ങനെയുള്ളൂ എന്ന് നമുക്ക് എടുത്ത് പറയുന്നതിന് ഒരു പ്രശ്നവുമില്ല. കാരണം നമ്മൾ ആ റേഞ്ചാണ് ആ പ്രൈസിന് ഇടുന്നുള്ളൂ. പക്ഷെ നിങ്ങൾക്ക് 3 പീസ് സെറ്റ് ആയിരിക്കുമ്പോൾ ആ പ്രൈസ് എത്ര ആയാലും മറ്റേ 1099 1199 ക്വാളിറ്റി പ്രതീക്ഷിക്കരുത്. നമ്മൾ അതുകൊണ്ടാണ് അത് അങ്ങനെ പറഞ്ഞ് തന്നെ ചെയ്യുന്നത് കേട്ടോ. പിന്നെ ഏത് കുർത്തിയാണെങ്കിലും ആഫ്റ്റർ വാഷ് എങ്ങനെയായിരിക്കുന്നത് നമുക്ക് നേരത്തെ പ്രവചിക്കാൻ പറ്റില്ല. അതുകൊണ്ടും കൂടിയാണ് നമ്മൾ അങ്ങനെ പറയുന്നത്. ഇത് ഞാൻ ഇട്ടിട്ടുള്ള സെയിം ഐറ്റത്തിൻ്റെ ഒരു മെറ്റീരിയലാണ്. നല്ല രസമുള്ള ഒരു സിൽക്കി മെറ്റീരിയലാണ്. ഇവിടത്തെ ഹെവി ആയിട്ട് ഒരു റെയിൻബോ കട്ട് ബീഡ്സും ത്രെഡ് വർക്കും, അതിൻ്റെ ആ ഒരു തണ്ട് പോലെ പോകുന്ന ത്രെഡ് വർക്കാണ്. നല്ല രസമാണ് കേട്ടോ കാണാൻ. ഈ മെറ്റീരിയൽ ഇടാൻ നമുക്ക് ഭയങ്കര കംഫർട്ടാണ്. കാരണം എന്താ പറയുക, നല്ലൊരു ക്വാളിറ്റി ഉള്ള ഇച്ചിരി കൂടിയാണ്. റോമൻ സിൽക്ക് എന്നൊക്കെ പറയുമ്പോൾ ആ റേഞ്ച് വരും. ഇത് നമ്മൾ ഇപ്പോൾ ഓഫറിൽ 599 മാത്രമേ ഇട്ടിട്ടുള്ളൂ. 899 ആ റേഞ്ച് വരുന്ന ഒരു മാത്രം നല്ല മെറ്റീരിയലാണ്. കണ്ടോ, ഒരു ഗ്ലേസിങ്ങും അന്ന് ഭയങ്കര ലൈറ്റ് വെയിറ്റ് പോലെയുള്ള ഒരു ഐറ്റമാണ്. ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. പുറകു വശം ഇങ്ങനെ വരും. ഒരു ഡബിൾ ഷെയ്ഡൊക്കെ പോലെ തോന്നും. ഇതാണെങ്കിലും ചില സമയത്ത് ഒരു ബ്ലാക്കിൻ്റെ ഷെയ്ഡ് കയറി വരും. ഇതിനകത്തും ഒരു ബ്ലാക്കിൻ്റെ ഒരു ഷെയ്ഡ് വരും കേട്ടോ. നല്ല കളറാണിത്. റയറായിട്ട് കാണുന്ന ഒരു കളറാണ്. എല്ലാം 699 ആണ് കേട്ടോ. ഇത് വന്നിട്ട് നല്ല രസമുള്ളൊരു ജ്വൽ നെക്കാണ്. നമുക്ക് ഭയങ്കര ഡിമാൻഡ് ഉണ്ടായിരുന്നാണ്. സാധാരണ എപ്പോഴും കൊണ്ടുവരുന്ന ജ്വൽ നെക്കിനെ വിട്ടിട്ട് കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ഒരു ജ്വൽ നെക്ക് പാറ്റേൺ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അജ്രക്കാണ്. ഇവിടെ ഹെവി ആയിട്ട് കട്ട് ബീഡ്സും മിറർ വർക്കും ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. സ്ലീവ് അതേ കോട്ടൺ ആണ്. താഴത്തേക്ക് വരുന്ന ഈ ഗ്രീൻ വരുന്നത് ജോർജറ്റ് മെറ്റീരിയലിലാണ്. താഴെ ഇതുപോലെ ഒരു പടി പോലെ കൊടുത്തിട്ടുണ്ട്. ഓവറോൾ അങ്ങനെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഫ്രണ്ടിലും ബാക്കിലായിട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല രസമാണ്. പുറകിൽ സിബാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അങ്ങനെ സിബ് വെച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്ന ഒരു ഐറ്റം ആണ്. ഈ ഒരു പീസ് മാത്രമേ ഉള്ളൂ കേട്ടോ. ഏത് സൈസ്? എക്സലാന്ന് തോന്നുന്നു. 699 മാത്രമേ വരുന്നുള്ളൂ. മിസ് ചെയ്യാണ്ട് പർച്ചേസ് ചെയ്യാം. ഇനി 2 പീസ് സെറ്റാണ്. ഇത് 3XL ആണ് കേട്ടോ. 46 റേഞ്ച് വരുന്ന നല്ല മെറ്റീരിയലും നല്ല രസമുള്ള ഒരു പ്രിന്റുമാണ് പോയിട്ടുള്ളത് കേട്ടോ. കോട്ടൺ ആണ്, പ്യോർ കോട്ടൺ ആണ്.
ഓവറോൾ ഇങ്ങനെയാണ് അതിന്. ഇതിനകത്തൊരു 6 ആഗ് പോലത്തെ ഒരു ചെറിയ ചെറിയ ഇത് പോയിട്ടുണ്ട്. പിന്നെ ഒരു ഫ്ലോറൽ പ്രിന്റ് ആണ് പോയിട്ടുള്ളത്. സ്ലിറ്റഡ് ആണ്, ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. ബോട്ടം വരുന്നത് ചെറിയൊരു പ്രിന്റ് ആണ്. അതിനകത്ത് ഫ്രണ്ടിൽ ബാൻഡും പുറകിലേക്ക് ഇലാസ്റ്റിക്കും ആണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. പിന്നെ 1 സൈഡ് പോക്കറ്റും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമുക്ക് കംഫർട്ടായിട്ട് വെയർ ചെയ്യാൻ പറ്റും. നല്ലൊരു കളറാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ഓഫ് വൈറ്റ് ഷെയ്ഡിലേക്ക് ഒരു യെല്ലോ ഷെയ്ഡ് വരുന്ന നല്ല ഭംഗിയുള്ള ഒരു ഐറ്റമാണ് ഇത്. 3XL ഈ ഒരു സൈസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. ഇത്രയും കാണിച്ചത് 699 ആണ്. ഇനി നമ്മൾ അടുത്ത പ്രൈസ് റേഞ്ചിൻ്റെ ഐറ്റംസ് കാണിക്കാം. അടുത്തത് കാണിക്കുന്നത് 799 റേഞ്ചിൻ്റെ ഒരു ഐറ്റമാണ്. നല്ല ഭംഗിയുള്ള ഒരു അനാർക്കലി ടൈപ്പ് വരുന്ന ഒരു 3 പീസ് സെറ്റാണ് കേട്ടോ. ഇങ്ങനെ വർക്ക് കൊടുത്തിട്ടുണ്ട്. സ്ലീവിൻ്റെ എൻഡിലും ഇതേ പാച്ച് വർക്ക് കൊടുത്തിട്ടുണ്ട്. നല്ല ലെങ്ത് ഉള്ളതാണ് കേട്ടോ. നല്ല ലെങ്ത് ഉള്ള ടൈപ്പാണ്. നല്ലൊരു കളറാണ്, ഒരു ലൈറ്റ് ഗ്രീൻ ഷെയ്ഡാണ്. ഇതാണ് അതിൻ്റെ ബോട്ടം വരുന്നത്. ചെറിയ പ്രിൻ്റാണ്, ഫുള്ളി ഇലാസ്റ്റിക് വർക്കും. ഫ്രണ്ടിൽ ഇങ്ങനെ ഒരു ഡോറി പോലെ കൊടുത്തിട്ടുണ്ട് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട്. പിന്നെ നല്ലൊരു മൽമൽ പോലെ ഇരിക്കുന്ന ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു ഷാളും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. പ്രൈസ് വരുന്നത് 799 മാത്രമേ ഉള്ളൂ. അനാർക്കലി 3 പീസ് സെറ്റ് ആണ് കേട്ടോ. മിസ് ചെയ്യാണ്ട് പർച്ചേസ്. നല്ല കളറാണ് കേട്ടോ. നല്ലൊരു ലൈറ്റ് ഗ്രീൻ ഷെയ്ഡിലേക്ക് വരുന്ന കളറാണ് കേട്ടോ. 799 റേഞ്ചിൽ ആ ഒരു പീസ് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇനി വരുന്നത് 899 റേഞ്ചിൻ്റെയാണ്. ഇതും 3 പീസ് സെറ്റാണ്. ഇതിങ്ങനെ വരും. നല്ല ഭംഗിയുള്ളൊരു പീച്ചിൽ വരുന്ന ഒരു പ്രിന്റ്, ബൊട്ടാണിക്കൽ പ്രിന്റ് പോലെ ചില ചെടികളും പൂക്കളൊക്കെ പോലത്തെ ഒരു ഐറ്റമാണ്. സ്ലിറ്റഡ് ആണ്, ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള നല്ല ഐറ്റമാണ്. അതിൻ്റെ ബോട്ടം വന്നിട്ട് ഇത് എങ്ങനെയാണ്, ഫുൾ ഇലാസ്റ്റിക് ആണ്. ഫ്രണ്ടിൽ നമുക്കൊരു ഡോറി അഡ്ജസ്റ്റ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. 1 സൈഡ് പോക്കറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഷാളും കൊടുത്തിട്ടുണ്ട്. ഷാൾ എന്ന് പറഞ്ഞാൽ നല്ല വലിപ്പമൊക്കെ ഉള്ള ഷാളാണ്. പുറമേന്ന് വരുന്ന ഇപ്പം നേരത്തെ കാണിച്ച ഗ്രീനിൻ്റെ ആണ് പുറമേ നിന്നുള്ള ഐറ്റമാണ്. അതിന് ചിലപ്പോൾ ഈ ഷാളിൻ്റെ അത്ര ലെങ്ത് കിട്ടില്ല. ഇതൊക്കെ നമ്മുടെ നാടനാണ്. അത് നല്ല ലെങ്ത്തുള്ള വിടുത്തുമുള്ള ഷാളായിരിക്കും കേട്ടോ. ഇതിൻ്റെ പ്രൈസ് 899 മാത്രമേ ഉള്ളൂ. മിസ് ചെയ്യാണ്ട് പർച്ചേസ് ചെയ്യുക കേട്ടോ. ഹോൾഡ് ചെയ്യുന്ന സിസ്റ്റം ഇല്ല. എല്ലാവരും പെട്ടെന്ന് തന്നെ പേയ്മെൻറ്റ് ചെയ്യണം. അടുത്തത് വരുന്നത് ജോർജറ്റിൽ വരുന്ന 3 പീസ് സെറ്റാണ്. ഇതെങ്ങനെ വരും, നല്ല ഭംഗിയിൽ മെഷീൻ എംബ്രോയിഡറിയും സീക്വൻസ് വർക്കും കൊടുത്തിട്ടുണ്ട്. സ്ലിറ്റഡ് ആണ്, ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ജോർജറ്റ് ആണ് മെറ്റീരിയൽ വരുന്നത് കേട്ടോ. സാൻഡൂണിൻ്റെ ബോട്ടാണ് പ്രൊവൈഡ് ചെയ്തേക്കണം. പോക്കറ്റില്ല. 2 സൈഡിലും ഇലാസ്റ്റിക് ആണ് കൊടുത്തത്. നല്ല അത്യാവശ്യം സൈസുള്ള ടൈപ്പാണ് കേട്ടോ ബോട്ടം വരുന്നത്. ബോട്ടത്തിൻ്റെ ഏറ്റവും താഴ്ഭാഗത്തും ഇതുപോലെ തന്നെ കുറച്ച് സ്പേസ് ഉണ്ട്. അങ്ങനെ വരും. അതിൻ്റെ ഷാളും നല്ല ഹെവി ആയിട്ടുള്ള ജോർജറ്റിലാണ് കേട്ടോ. സ്കാലപ്പ് ബോർഡറൊക്കെ കൊടുത്തിട്ടുള്ള ടൈപ്പാണ് ഷാള് വരുന്നത്. 1 സൈഡ് ഹെവി വർക്കാണ്, ഒരു സൈഡ് സ്കാലപ്പ് ബോർഡറാണ്. ഈ സൈഡ് ഇച്ചിരി വർക്ക് കൂടുതലും, മറ്റേ സൈഡിൽ സ്കാലപ്പ് ബോർഡർ ആയിട്ടാണ് വരുന്നത്. നല്ല ലെങ്ത്തും വിടുത്തുമുള്ള ഷാളാണ് കേട്ടോ. ലാവൻഡർ ആണ് ഷെയ്ഡ് വരുന്നത്. 899 മാത്രമേ വരുന്നുള്ളൂ. ഇതാണ് ഒന്നാമത്തെ കളറ് ലാവൻഡർ. അതിൻ്റെ തന്നെ ഈ ഒരു യെല്ലോ ഷെയ്ഡ് ഉണ്ട് കേട്ടോ. യെല്ലോ സെയിം വർക്ക്, എംബ്രോയിഡറി വർക്കാണ്. സ്ലിറ്റഡ് ആണ്, ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇടാൻ ഭയങ്കര ലൈറ്റ് വെയിറ്റ് പോലെ ഇരിക്കുന്നതാണ് കേട്ടോ. നല്ല രസമുള്ളൊരു യെല്ലോ ഷെയ്ഡാണ്. അതിൻ്റെയും സാൻഡൂണിൻ്റെ ബോട്ടം. അതുപോലെ തന്നെ 1 സൈഡ് ഹെവി വർക്കും 1 സൈഡ് സ്കാലപ്പ് ബോർഡറും വരുന്ന നല്ല നീളവും വീതിയും ഉള്ള ഷാള്. അങ്ങനെ 3 പീസ് സെറ്റാണ് കേട്ടോ. പ്രൈസ് വരുന്നത് 899. അടുത്തത് വരുന്നതും ഒരു അനാർക്കലി ടൈപ്പാണ്. അത് ഇച്ചിരി മെറ്റീരിയൽ വൈസ് ആണെങ്കിൽ ഇച്ചിരി കൂടിയ ടൈപ്പാണ്. നല്ല ഭംഗിയുള്ള ഒരു അനാർക്കലിയാണ്. പാനൽ അടിച്ച പോലത്തെ
ഇവിടെ പാച്ച് വർക്ക് കൊടുത്തിട്ടുണ്ട്, ചെറിയൊരു സീക്വൻസ് വർക്കൊക്കെ ആയിട്ട്. കോട്ടൺ ആണ്, ജയ്പൂർ കോട്ടൺ ആണ്, നല്ല രസമാണ്, നമുക്ക് ഇടാൻ ഭയങ്കര കംഫർട്ടാണ്. പുറകുവശം ഇങ്ങനെ വരും. സെയിം ഇതിൻ്റെ ചെറിയൊരു പ്രിന്റിൻ്റെ ബോട്ടം ഫുൾ ഇലാസ്റ്റിക് ആണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഫുൾ ഇലാസ്റ്റിക് ആണ്. വൺ സൈഡ് പോക്കറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നല്ല ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള കോട്ടൻ്റെ ഷാള്, നല്ല നീളവും വീതിയൊക്കെ ഉള്ള ഷാളാണ് കേട്ടോ. ഇങ്ങനെയാണ് അതിൻ്റെ പ്രിന്റ് പോണത്. നല്ല നീളവും വീതിയുള്ള ഷാളാണ്. ഓക്കെ, അപ്പോൾ നല്ല പാർട്ടി വെയർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കളർ ചാർട്ടാണ്. ഒരു കൈൻഡ് ഓഫ് ബ്ലൂ ആണ് ഇത് കേട്ടോ, മെറ്റീരിയൽ കളർ വരുന്നത്. അതിനകത്ത് നല്ല ഭംഗിയുള്ള പൂക്കളാണ്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 999 ആണ് കേട്ടോ. അടുത്തത് വരുന്നത് നമ്മുടെ അജ്രക്കിൻ്റെ ഒരുപാട് ഡിമാൻഡ് ഉണ്ടായിട്ടുള്ള ടൈപ്പ് ഒരു അജ്രക്കാണ്. അതിനകത്ത് ഉള്ളിൽ സിക്സാഗ് പോലെ ഒരു പാച്ച് വർക്ക് കൊടുത്തിട്ട് ഇവിടെ ഉണ്ട് ഇങ്ങനെ ഒരു ചെറിയ പുതിയൊരു പാറ്റേൺ മാതിരി ഹുക്കിട്ട പോലെ ഇങ്ങനെ പിടിപ്പിച്ചേക്കുന്ന ടൈപ്പിലാണ്. വീനെക്ക് പോലെ വന്നിട്ട് നല്ല ലെങ്ത്തിൽ വരുന്ന, എൻ്റെ ഉള്ളിൽ ലൈനിങ് ഉണ്ട്, ഇല്ല ലൈനിങ് ഇല്ല, നല്ല ഇവിടം വരെ ലൈനിങ് ഉണ്ട്. നല്ല രസമുള്ള ഒരു പ്രിൻ്റാണ് കേട്ടോ. നല്ല ഹെവി ആയിട്ട് നമുക്ക് എന്താ പറയുക, കംഫർട്ടായിട്ടും നല്ല സ്റ്റൈലിഷ് ആയിട്ടും ഉള്ളൊരു പാറ്റേൺ ആണ് വരുന്നത്. ഇങ്ങനെ വരും. പുറകുവശം ഇതേ പ്രിൻ്റാണ് പോയിട്ടുള്ളത്. ഇതിൻ്റെ സിക്സാഗിൻ്റെ ഈ ടൈപ്പിൽ വരുന്നതാണ് ബോട്ടം. ബോട്ടം വൺ സൈഡ് ബാൻഡും പുറകിലേക്ക് ഇലാസ്റ്റിക്കാണ് കൊടുത്തിട്ടുള്ളത്. വൺ സൈഡ് പോക്കറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈസിയാണ് പർച്ചേസ് ചെയ്തു കേട്ടോ. നല്ല റേറ്റുമാണ്. നല്ല നീളവും വീതിയും ഉള്ള ഷാളാണ്. നല്ല പ്രിൻ്റാണ് കേട്ടോ പോയിട്ടുള്ളത്. ഹെവി ആയിട്ട് നമുക്ക് തോന്നത്തക്ക രീതിയിലുള്ള ഒരു ഐറ്റമാണ്. 999 മാത്രമേ പ്രൈസ് വരുന്നുള്ളൂ. നല്ല ഭംഗിയാണ് കാണാൻ കേട്ടോ. 3 പീസ് സെറ്റ്. ഇവിടുത്തെ നെക്ക് പാറ്റേൺസ് വെറൈറ്റി ആണ്. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് 999 ആണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ കളക്ഷൻസ്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിൽ പറഞ്ഞിട്ടുള്ള സൈസ് മാത്രമേ ചോദിക്കാവൂ. പിന്നെ നമ്മൾ ഈ കോംബോ പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ 999 വരുന്ന ആ കുർത്തീസ് നമുക്ക് അങ്ങനെ കൊടുക്കാൻ പറ്റില്ല. അതിൻ്റെ കൂടെ വേറെ ഏതെങ്കിലും കൂടി എടുക്കുകയാണെങ്കിൽ നമുക്ക് 1000 മേലേക്ക് പോകുമ്പോൾ ഒഴിവാക്കി തരാം, അല്ല 100 രൂപ ഡിസ്കൗണ്ട് എക്സ്ട്രാ തരാം കേട്ടോ. അല്ല അത് മാത്രമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ്. അപ്പോൾ ആലോചിക്കാം, നമുക്ക് ഈ പ്രൊഡക്റ്റുകൾക്ക് ഒന്നും ഈ റിട്ടേൺ ഉണ്ടായിരിക്കുന്നതല്ല. ഇതൊന്നും ഡാമേജ് ആയതുകൊണ്ടല്ല, ഇതൊന്നും ഈ പ്രൈസ് റേഞ്ചിൽ നമുക്ക് ഷിപ്പിംഗ് ചാർജ് അടക്കം 3 പീസ് സെറ്റുകളൊക്കെ നമുക്ക് ഷിപ്പിംഗ് ചാർജ് അടക്കം അയക്കുമ്പോൾ റേറ്റ് ഉണ്ടാവും. അതുകൊണ്ടൊക്കെയാണ് കേട്ടോ നമ്മൾ അങ്ങനെ പറയുന്നത്. നിങ്ങൾ അതൊന്നും മനസ്സിൽ വെച്ചേക്കാം. നമുക്ക് റിട്ടേൺ ഉണ്ടായിരിക്കുന്നതല്ല. അങ്ങനെ യാതൊരു ഒന്നും കുഴപ്പമില്ല നമുക്ക് എന്നുള്ള രീതിക്കുള്ളവർ ധൈര്യമായിട്ട് പർച്ചേസ് ചെയ്തേക്കാം കേട്ടോ. പ്രശ്നം ഉണ്ടായിട്ടില്ല, നമ്മൾ അങ്ങനെ പറയുന്നതാണ്. നമുക്ക് അങ്ങനെ റിട്ടേൺ ചെയ്യാൻ പറ്റില്ല. നമ്മുടെ ഡിസ്കൗണ്ട് സെയിലുകൾക്ക് റിട്ടേൺ ഇല്ല എന്നുള്ളത് നമ്മുടെ ഒരു പോളിസിയാണ്. അതൊന്ന് മനസ്സിൽ വെച്ചേക്കാം. പിന്നെ പോസ്റ്റിൽ വേണ്ടവർ കൃത്യമായിട്ട് മെൻഷൻ ചെയ്തേക്കാം. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ.